12,000 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, നർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് കേരളം നടത്തുന്ന ഒരു പരിപാടി എന്ന നിലയിൽ ആ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ മക്കളെ അതിലേക്ക് വിടുന്നത്. ആദ്യഘട്ടത്തിൽ 2,000 രൂപ വാങ്ങിക്കുകയും അതെല്ലാം നമ്മൾ ഈ പറയുന്ന പോലെ നൃത്ത സെന്ററുകൾ ഏത് അധ്യാപകരുടെ അടുത്തോ ആണ് നമ്മൾ അയച്ചു കൊടുത്തത്. പിന്നീട് 1,600 രൂപയോ 1,500 രൂപയോ പിന്നീട് ഇവർ വാങ്ങിക്കുകയും ചെയ്തു. ശരിക്കും 3,500 രൂപ ഒരു കുട്ടിയോട് ഇവർ വാങ്ങിക്കുമ്പോൾ 12,000 കുട്ടികളിൽ നിന്നും സംഘാടകരിലേക്ക് എത്തിച്ചേരുന്ന തുക എത്ര വലുതാണെന്ന് ചിന്തിക്കണം. പിന്നെ ഇവർക്ക് ഈ കുട്ടികളുടെ ഒരുക്കം, ഇവരുടെ ആഭരണങ്ങൾ, ഇതിലെ എല്ലാ കാര്യങ്ങളും സംവിധാനങ്ങളും അവരവർ രക്ഷിതാക്കളുടെ സ്വന്തം പൈസയിലാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത് ഇവിടെ എത്തി കാണണം, അതായത് രക്ഷകർത്താക്കൾക്ക് പോലും ഈ പരിപാടി കാണണം എന്നുണ്ടെങ്കിൽ 2 തരം ടിക്കറ്റാണ് ഇവർ പറഞ്ഞിരുന്നത്. ബുക്ക് മൈ ഷോയിലൂടെ മുകളിലെ തട്ടിൽ, അതായത് ഗാലറി സൈഡിൽ 149ഉം തൊട്ടടുത്തുകൊണ്ട് ഇരുന്നു കൊണ്ട് ആണെങ്കിൽ 299 ഇവർ പറഞ്ഞത്. ഇത്രയും തുക വാങ്ങിയിട്ടും യാതൊരു സുരക്ഷാ നടപടികളും ഇല്ലാതെ ഈ പരിപാടി നടത്തുമ്പോൾ അമ്മ എന്ന നിലയിൽ ഇത് TV-യിൽ കാണുമ്പോൾ എനിക്കുണ്ടായിരുന്ന ആശങ്കകൾ ചെറുതായിരുന്നില്ല. GCDയുടെ സ്റ്റേഡിയം എന്ന് പറയുന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയമാണ്. അതിന്റെ ഗാലറിയിൽ ഇങ്ങനെ ഒരു കാര്യം ചേഞ്ചസ് വരുത്തുമ്പോൾ GCDയുടെ അനുമതി വളരെ പ്രധാനമാണ്, GCDയുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ. നമസ്കാരം. 12,000 നർത്തകർ ഒരുമിച്ച് ചുവടുവെച്ച് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കാനിറങ്ങിയ രംഗവേദിയിൽ ചോര പുരണ്ട് കിടക്കേണ്ടി വന്ന ഒരു ജീവൻ ഇപ്പോഴും മല്ലടിക്കുകയാണ്. ഉമാ തോമസിന് ആരോഗ്യവതിയായി തിരിച്ചു വരാൻ കഴിയട്ടെ. അതിനൊപ്പം അനാരോഗ്യകരമായ ചില പ്രവണതകൾക്ക് കൂടി അടിയന്തര ചികിത്സ നൽകേണ്ടതുണ്ട്. മൃദംഗ വിഷൻ എന്ന ആരും കേൾക്കാത്ത ഒരു തട്ടിക്കൂട്ട് സംഘം എന്തൊക്കെ തട്ടിപ്പാണ് നടത്തിയത് എന്ന കാര്യം പുറത്തുവരുന്നു. തമിഴ്നാടിനെ തകർത്ത് കേരളം ഗിന്നസ് റെക്കോർഡ് നേടാൻ പോകുന്നു എന്ന് പറഞ്ഞായിരുന്നു കലൂർ സ്റ്റേഡിയത്തിലെ തട്ടിപ്പ്. മന്ത്രിയെ ഉറപ്പുവരുത്തിയതോടെ സർക്കാരിന്റെ പിന്തുണയുണ്ട് എന്ന അവകാശവാദത്തിനും വിശ്വാസ്യതയായി. സജി ചെറിയാനും ADGP S ശ്രീജിത്തുമൊക്കെ എങ്ങനെയാണ് ഇത്തരക്കാരുടെ വേദികളിൽ എത്തുന്നത്? ദിവ്യ ഉണ്ണി ഇന്ന് ഗുരുവായൂരിൽ വെച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഇത്രയും കുട്ടികളെ പറ്റിച്ച ഒരു പരിപാടിയിൽ എന്തടിസ്ഥാനത്തിലാണ് അവർ പങ്കെടുത്തത്? സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥരായ GCDയെ കരാറിൽ എല്ലാം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കൈ കഴുകിയാൽ മതിയോ? ഇത്ര വലിയ ജനപങ്കാളിത്തത്തോടെ നടന്ന പരിപാടിയിലെ സുരക്ഷാ പഴുതുകൾ സ്റ്റേഡിയത്തിലും പുറത്തുമുണ്ടായിരുന്ന പോലീസ് കാണാതെ പോയത് എന്തുകൊണ്ടാണ്? ഒന്നൊന്നായി ഉയർന്ന ചോദ്യങ്ങൾക്ക് ഓരോരുത്തരായി ഉത്തരം പറയേണ്ടേ? പറഞ്ഞില്ലെങ്കിൽ പറയിക്കേണ്ടേ? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. ആരുടെ വീഴ്ച? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ, രാഷ്ട്രീയ നിരീക്ഷകൻ ജോസഫ് C. മാത്യു, മുൻ കൗൺസിലർ MP മഹേഷ് കുമാർ, റിട്ടയർഡ് SP TK രാജ്മോഹൻ എന്നിവരാണ് സ്പെഷ്യൽ എഡിഷനിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നത്. ആദ്യം ഡോക്ടർ ജിൻഡോ ജോൺ, നിങ്ങളുടെ നോട്ടത്തിൽ കലൂരിൽ ഉമാ തോമസിനിങ്ങനെ ജീവിതത്തിൽ മരണത്തോട് പടവെട്ടിക്കൊണ്ട് തിരിച്ചു വരാൻ ഈ മണിക്കൂറുകളിലും മല്ലിടേണ്ടി വരുന്ന സാഹചര്യം ആരുണ്ടാക്കിയതാണ്? വേണു, ഇതിൽ ഈ സംഘാടകരുടെ ഭാഗത്ത് വലിയൊരു വീഴ്ചയുണ്ടായി എന്നുള്ള കാര്യത്തിൽ തർക്കം ആർക്കും ഉണ്ടാകില്ല. അപ്പോൾ ഒന്നാമത്തെ ഉത്തരവാദികൾ സംഘാടകർ തന്നെയാണ്. അവരുടെ സാമ്പത്തിക ലാഭക്കൊതി, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പിന്നീട് ഉയർന്നു വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. പക്ഷേ അത്തരത്തിൽ ലാഭേച്ഛയോടെ പ്രവർത്തിച്ച ഒരു സംഘാടകർ അവിടെ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാതെ അവിടെ പങ്കെടുക്കുന്ന ഡാൻസേഴ്സ് ഉൾപ്പെടെയുള്ള കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും വരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടത്തിയ ഒരു പരിപാടി തീർച്ചയായിട്ടും തട്ടിക്കൂട്ട് പരിപാടി എന്ന് തന്നെ പറയുന്ന രീതിയിൽ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ MLAയും മന്ത്രിയും ADGPയും സിറ്റി പോലീസ് കമ്മീഷണറും GCDA ചെയർമാനും ഒക്കെ പങ്കെടുക്കുന്ന ഉദ്ഘാടനം സംവിധാനം ചെയ്യുന്നു. അപ്പോൾ അതിനൊന്നും സുരക്ഷ ഒരുക്കിയില്ല എന്ന് പറഞ്ഞാൽ അതിൽ സംഘാടകരുടെ മാത്രം പിഴവിനെ നമ്മൾ കണ്ടാൽ പോരാ, GCDയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെയും കൂടി വീഴ്ച നമ്മൾ കാണേണ്ടതാണ്. ഇവിടെ GCDയെ പുറത്തിറക്കിക്കുന്ന പത്രക്കുറിപ്പും അവർ സംഘാടകരുമായിട്ട് വച്ചിരിക്കുന്ന എഗ്രിമെൻറ്റും ഒക്കെ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അത് പ്രകാരം അത് മനസ്സിലാക്കുമ്പോൾ അതിൽ മൂന്നാമത്തെ നിബന്ധനയിൽ പറയുന്നത് നഗരസഭയുടെയും ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെയും ഭാഗത്തു നിന്നുള്ള അത്തരം അനുമതികൾ ഇതൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളും ഞാൻ അങ്ങയിലേക്ക് വരാം. ഈ സംഘാടകരിലേക്ക് ഈവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ മൃദംഗ വിഷൻ എന്ന് പറയുന്ന ഈ ഗിന്നസ് റെക്കോർഡിൽ എല്ലാവരെയും ഉൾപ്പെടുത്താം എന്ന് വാഗ്ദാനം ചെയ്ത് ഈ പരിപാടി നടത്തിയ ആളുകൾ,
അവരിലേക്കാണോ ആദ്യം പോകേണ്ടതെന്ന സംശയമുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ ജോസഫ് സി മാത്യു, ഇവിടെ രാജീവായാലും സജി ചെറിയാനായാലും ഈ മൃദംഗ വിഷനെ പറ്റി അങ്ങ് പുകഴ്ത്തി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ രാജീവ് ഇന്ന് രാവിലെ പറയുമ്പോൾ ഇത്തരം സംരംഭങ്ങളുമായി ഇറങ്ങുന്നവരെ നമുക്ക് പഴിക്കാൻ പറ്റില്ല, മറ്റെന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതാണ് എന്ന ഒഴുകഴിവാണ് പറയുന്നത്. ഉമാ തോമസിനെ കണ്ടതിന് ശേഷം വൈകിട്ട് സജി പുറത്തിറങ്ങി വന്നതെന്ന് പറയുന്നതും മികച്ച സംഘാടനമായിരുന്നു എന്നാണ്. എന്താണ് ഇവരിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ആരാണ് ഈ മൃദംഗാവിഷൻ? അതും സജിയുമായി എന്താണ് ബന്ധം? പിന്നെ മറ്റൊരു കാര്യം അങ്ങേക്കറിയാമല്ലോ, ഇവരിങ്ങനെ പുകഴ്ത്തുന്നത് പോലെ തന്നെ ഇന്ന് പുലർച്ചെയിട്ട FIR-ൽ ഒരാളുടെയും പേരുണ്ടായിരുന്നില്ല. ഇത്രയും വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഈ പറയുന്ന ഈവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിന്റെ ഒരു മാനേജരെ വിളിച്ച് പേരിനൊരു ചോദ്യം ചെയ്യൽ നടത്തി ഈ പറയുന്ന ബെയിലബിൾ ആണ് എല്ലാ ഒഫൻസും, അതിപ്പോൾ ഈ മൃദംഗ വിഷന്റെ പേരിലുള്ളതും ബെയിലബിൾ ഒഫൻസ് ആണ്. ഇങ്ങനെ എന്തൊക്കെയോ ചെയ്ത് തീർക്കുന്നു എന്ന മട്ടിലുള്ള നടപടികൾ വരുന്നു. എന്താണ് സജിക്ക് ഇതിനകത്തുള്ള ബന്ധം? എന്താണ് ഈ മന്ത്രിമാർ ഇവരെ തള്ളിപ്പറയാത്തത്? വേണു, അത് വളരെ ആശ്ചര്യകരമാണ്. അതിൽ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ട്രാജഡി, ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് ഈ സംഘാടകരായിട്ടുള്ള ആൾക്കാരെ പെട്ടെന്ന് പ്രതി ചേർത്ത് ഒരു കേസെടുത്ത് പൊതുജന രോക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടാമോ എന്ന് നോക്കുക എന്നുള്ളതാണ് സാധാരണ ചെയ്യുന്ന ഒരു പതിവ്. ആ പതിവ് പോലും തെറ്റിച്ചുകൊണ്ട് ഇതിലെ സംഘാടകരെ പൊതിയാൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത് സത്യത്തിൽ അതുതന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു അന്വേഷണ വിധേയമാക്കേണ്ട വിഷയമാണ്. കാരണം ഇവർ നടത്തിയിരിക്കുന്നത് ഒരു ചെറിയ സംഭവമല്ല. നമ്മൾ 3600 രൂപ 12,000 ആൾക്കാരിൽ നിന്ന് വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് എന്തുമാത്രം തുകയാണ്, എത്ര കോടി രൂപ കച്ചവടമാണ് ഇവർ നടത്തിയതെന്നുള്ളത് മാത്രമാണ്. പിന്നീട് ടിക്കറ്റിൻ്റെ തുകയുടെ കാര്യം നമ്മളിവിടെ പറഞ്ഞു. അപ്പോൾ ഇത് ഒരു വലിയ തട്ടിപ്പിൻ്റെ ഒരു ചിത്രമാണ് നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ചെയ്യുന്നത് എന്താണ്? നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളെ കൂടെ പഴിക്കേണ്ടതുണ്ട്. നമ്മുടെ പൊതുസമൂഹത്തിൽ ഇപ്പോൾ വന്നിരുന്ന് സംസാരിക്കുന്ന മാതാപിതാക്കളൊക്കെ സത്യത്തിൽ എങ്ങനെയാണ് ഇതിൽ പങ്കാളികളാകുന്നത്? നമ്മൾ ജപ്പാൻ കടക്കയിൽ, ആട് മാഞ്ചിയത്തിൽ, കോണീബയോ ഇങ്ങനത്തെ തട്ടിപ്പുകൾക്കെല്ലാം നമ്മൾ വിധേയമാകുന്നത് എങ്ങനെയാണെന്നുള്ളത് അതിലേക്ക് വരാം. ശ്രീ ജോസഫ് സി മാത്യു, അല്ലല്ല ആശ്ചര്യകരമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് അവസാനിപ്പിക്കരുത്. ഈ രണ്ട് മന്ത്രിമാർ ഈ പറയുന്ന ഈ മൃദംഗ വിഷനെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കേണ്ട കാര്യം എന്താണ്? അതിനോടനുബന്ധമായി എനിക്കൊരു ചോദ്യം കൂടിയുണ്ട് അങ്ങയോട്. ഇതുവരെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു പരാതി വന്നിട്ടില്ല സർ. ആരും പരാതിപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട് ഒരു പരാതിയും വരാതിരിക്കുന്നു? അല്ലെങ്കിൽ ഒരു പരാതിയുമില്ല എന്ന് പോലീസ് പറയുന്നത് നാം അങ്ങനെ തന്നെ വിഴുങ്ങണമോ? അതിൻ്റെ അകത്ത് വേണു, അതാണ് ഞാൻ പറഞ്ഞത്. ഒരാൾക്ക് നഷ്ടപ്പെടുന്നത് 3600 രൂപയാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നഷ്ടം അത്രയുമല്ല. ഈ പറയുന്ന കോസ്റ്റ്യൂമ് മറ്റ് പലത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇവർ ഒരു പരാതിയുമായി പിന്നോട്ട് പോയാൽ അവർക്കുണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് ഒരു 3500 രൂപയുടെ ആകുമ്പം സാധാരണഗതിയിൽ ഒരു വ്യക്തി അതിൻ്റെ പിറകെ പോവില്ല. പക്ഷേ ഇത് കൂടുതൽ ആളിൽ നിന്ന് കളക്ട് ചെയ്യുമ്പോൾ അവർ നേടുന്നത് കോടികളുടെ ലാഭമാണ്. അപ്പോൾ ഈ തട്ടിപ്പുകൾ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. എണ്ണം കൂട്ടിക്കൊണ്ട് തുക കുറച്ചുകൊണ്ട് പോയാൽ കേസിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളൊരു പാഠം ഇവിടെ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് കേസെടുക്കേണ്ടത് ആരാണ്? ഈ തട്ടിപ്പിന് ഏതെങ്കിലും ഒരു പരാതി ലഭിച്ചാലല്ലോ പുറത്തു പോകേണ്ടത്. ഇപ്പോൾ തന്നെ ഒരു രക്ഷിതാവ് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞല്ലോ 3600 രൂപ കൊടുത്തിട്ടാണ് തൻ്റെ കുട്ടി അവിടെ വന്നതെന്ന്. അപ്പോൾ ഇത്ര പേര് പങ്കെടുക്കുന്ന ചടങ്ങിൽ കുറഞ്ഞ പക്ഷം അത്ര രൂപയെങ്കിലും പിരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവിടുത്തെ ഗവൺമെൻറ്റിന് അറിയാമല്ലോ. ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയില്ലേ? ഇങ്ങനെ തട്ടിപ്പുകൾക്ക് പരാതിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് തന്നെ ഒരു കളവ് മറച്ചു പിടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമല്ലേ? ഇവിടെ ഓൺലൈൻ ലോട്ടറിക്കെതിരെ നടപടിയെടുത്തത് ആരെങ്കിലും പരാതിപ്പെട്ടിട്ടാണോ? ഇവിടുത്തെ സാധാരണക്കാരായ ആൾക്കാർ ചൂഷണത്തിന് വിധേയമാകുന്നുവെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെൻറ് ആക്ട് ചെയ്യാൻ അവർക്കിനി എന്ത് വകുപ്പാണ് വേണ്ടത്? പക്ഷേ അവിടെയാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനത്തിൻ്റെ ഭരണം പോലീസ് മേധാവികളിൽ പെടുന്നവർ. ഒരു മോൺസൺ മാവുങ്കലിൻ്റെ തട്ടിപ്പാണെങ്കിൽ അവിടെയുണ്ട്, ഇവിടെയാണെങ്കിൽ അവിടെയുണ്ട്, മന്ത്രിമാരവിടെയുണ്ട്, MLA-മാരുണ്ട്. ഇവരെയൊക്കെ ക്ഷണിക്കാൻ ചെല്ലുമ്പോൾ ഇവർ ഈ പരിപാടിയുടെ വിശ്വാസ്യത അളക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കൂടെ പങ്കെടുക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കി അവരൊക്കെ ഉണ്ട്, എല്ലാ രാഷ്ട്രീയ കക്ഷിയിലും ഉണ്ട്, പോലീസുണ്ട് എന്ന് കാണുമ്പോൾ അവരും പങ്കെടുക്കാമെന്ന് ഉറപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽപ്പെട്ടവർ ആദ്യം ആരെങ്കിലും സമ്മതിച്ചിട്ടാണോ ഇത് ചെയ്യുന്നതെന്നുള്ളതൊന്നും ക്രോസ് ചെക്കിംഗ് ഒന്നുമില്ല. അപ്പം നീണ്ട ഒരു ലിസ്റ്റിൽ ഒരുപക്ഷെ ആദ്യമേ ദിവ്യ ഉണ്ണിയെ കണ്ടിട്ടുണ്ടാവും, അവരെ കൊണ്ട് ക്ഷണിപ്പിച്ചിട്ടുണ്ടാവും. നിങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അങ്ങനെയാണ് ഇത് പലതും നടക്കുക.
അപ്പോൾ ഇവരുടെ അടുത്ത് സംസാരിക്കുന്നത് ഗിന്നസ് റെക്കോർഡ്, ഇതുപോലെ യാതൊരു അർത്ഥവുമില്ലാത്ത കുറേ ഗിന്നസ് റെക്കോർഡുകൾ, അതിൻ്റെ പിറകെ നമ്മൾ പോവുക, ഇതെല്ലാം സംഭവിക്കുകയാണ്. പക്ഷേ ഈ തട്ടിപ്പിൻ്റെ മാനമാണ് വേണു ചോദിച്ചത്. തട്ടിപ്പിന് ഇവിടെ യഥാർത്ഥത്തിൽ കേസെടുക്കാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞു. രണ്ടാമത് അങ്ങനെ തട്ടിപ്പ് നടത്തിയ ഒരു സംഘത്തെ, പ്രത്യേകിച്ച് ഇത്രയും വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ഒരു സംഘത്തെ ന്യായീകരിക്കാനായി മന്ത്രിമാർ ഇറങ്ങി പുറപ്പെടുന്നത് വളരെ അസാധാരണമാണ്. ശരി. അപ്പോൾ ഇതിൻ്റെ പങ്ക് പറ്റുന്നത് ആരൊക്കെയാണെന്നുള്ളത് ഉൾപ്പെടെ അന്വേഷിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിൽ കൂടുതൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ എനിക്ക് തെളിവുകളില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പക്ഷേ ഇത് തീർച്ചയായിട്ടും ഒരു സാമ്പത്തിക തട്ടിപ്പും കൂടിയാണ്. ആ തട്ടിപ്പിൽ ഒരു ദുരന്തം വന്നതുകൊണ്ടാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നതെന്നുള്ളത് നമ്മുടെ ഒരു പൊള്ളത്തരമാണ്. നമ്മുടെ ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ ഒരുപക്ഷെ വീഴുന്നുണ്ടാവില്ല, ഇതുപോലെ അപകടാവസ്ഥയിൽപ്പെട്ടുന്നുണ്ടാവില്ല. പക്ഷേ സമൂഹം അപകടാവസ്ഥയിലാകുന്ന ഇത്തരം പൊള്ളത്തരങ്ങൾ, യഥാർത്ഥത്തിൽ അവിടെ എന്തിനാണ് ഗിന്നസ് റെക്കോർഡ് കൊടുക്കേണ്ടത്? ഇങ്ങനെ തട്ടിപ്പ് നടത്തിയതിന് ഗിന്നസ് റെക്കോർഡാണ് അവർക്ക് ആദ്യം കൊടുക്കേണ്ടത്. ഇതുപോലെ ഒരു മുൻകരുതലും ഇല്ലാതെ ഇത്തരം ഒരു ഇവന്റ് നടത്താം എന്നുള്ളതിൻ്റെ ഗിന്നസ് റെക്കോർഡ് ഇവർക്ക് ഓൾറെഡി കൊടുത്തു കഴിയേണ്ടതാണ്. ഇത് ലോകത്തെവിടെയെങ്കിലും സംഭവിക്കുമോ ഇങ്ങനത്തേത്? നിങ്ങൾ കളമശ്ശേരിയിൽ ഒരു ദുരന്തം ഉണ്ടായി ക്യുസാറ്റിൻ്റെ പശ്ചാത്തലത്തിൽ. അന്ന് എന്തൊക്കെയാണ്? നവകേരള യാത്ര നടക്കുന്ന സമയത്താണ്. മുഖ്യമന്ത്രി നൽകിയ ഉറപ്പെന്താണ്? അന്താരാഷ്ട്ര തലത്തിലുള്ള മാനദണ്ഡങ്ങളോടുകൂടി മാത്രമേ ഇങ്ങനെ ഒരു ഇവന്റ് നടത്തൂ എന്നാണ് പറഞ്ഞത്. അന്ന് MR അജിത് കുമാറാണ് ലോ ആൻഡ് ഓർഡറിൻ്റെ ചാർജ് ഉള്ളത്. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞതും ഇത് തന്നെയാണ്. ഇനിയും ഇങ്ങനെ ഒരു ദുരന്തം ഇവിടെ ഉണ്ടാവില്ല. എത്ര നാളായിട്ടുണ്ട്? എന്ത് മുൻകരുതലാണ് ഇവിടെ എടുത്തത്? ഇവിടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്നും പറഞ്ഞൊരു സംഘമുണ്ട്. അത് തന്നെ ഒരു ഡിസാസ്റ്ററാണ്. എന്തിനാണ് അങ്ങനെ ഒരു സംഘം? വ്യാജ കണക്കുകൾ ഉണ്ടാക്കി പ്രസിദ്ധീകരിക്കാനാണോ ഈ സംഘം? അവരുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എവിടെ? അങ്ങനെയൊന്നും നടന്നില്ലെങ്കിൽ അവർക്ക് പരാതിയുണ്ടോ കേരളത്തിൽ? ഈ സംഘടന എന്തിനാണ് കേരളത്തിലുള്ളത്? അങ്ങനെ ഗവൺമെൻറ് മിഷനറിയുടെ മുഴുവൻ പരാജയത്തെക്കുറിച്ചാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അത് ഞാൻ ഒരു കക്ഷി രാഷ്ട്രീയം വെച്ച് പറയുകയല്ല. എല്ലാ കക്ഷികളും ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെയാണ്, നിരന്തരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലൊരു ദുരന്തം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ മാത്രം നമ്മളിത് സംസാരിക്കുകയും അന്ന് കുറേ പ്രസ്താവനകൾ നടത്തുകയും വീണ്ടും അടുത്ത ദുരന്തങ്ങൾക്കായി കാത്തിരിക്കുകയും ചെയ്യുകയാണ് നമ്മൾ നിർഭാഗ്യവശാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, ഡോക്ടർ ജിൻഡോ ജോൺ, അങ്ങ് പറഞ്ഞു വരുന്ന വിഷയങ്ങളിലേക്കൊക്കെ നമുക്ക് ഈ ചർച്ച മുന്നോട്ട് പോകുമ്പോൾ കടക്കാം. പക്ഷേ പരമപ്രധാനമായ കാര്യം സജി ചെറിയാന്റെ സാന്നിധ്യമായിരുന്നു. സജി ചെറിയാൻ ഇന്ന് പറയുകയുണ്ടായി, അദ്ദേഹത്തിന്റെ ഗൺമാൻ അടക്കം പറയുകയുണ്ടായി ഇവിടെ സുരക്ഷാ പിഴവുകൾ ഉണ്ട് എന്ന്. ഇപ്പോഴും സജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മികച്ച രീതിയിൽ നടപ്പാക്കി, അതുപോലെ തന്നെ സ്റ്റേജ് നല്ല ബലവത്തായതായിരുന്നു. പിന്നെ ഈ കൈവരിയുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു ന്യൂനത. അങ്ങനെയാണോ നാം ആ വേദിയിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്? ഇനി പരമപ്രധാനമായ കാര്യം ശ്രീ ജോസഫ് സി മാത്യുവും കൂടി പറഞ്ഞതുപോലെ വലിയൊരു പണപ്പിരിവ് അവിടെ നടന്നിട്ടുണ്ട്. അതിൻ്റെ GST എവിടേക്കൊക്കെയാണ് പോകേണ്ടത്? അതിൻ്റെ വിനോദ നികുതി എവിടേക്കൊക്കെയാണ് പോകേണ്ടത്? സർക്കാരിൻ്റെ ഖജനാവിലേക്ക് അടക്കമാണ് പോകേണ്ടത്. സർക്കാരിന് അർഹതപ്പെട്ട പണം സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന, എന്ന് വെച്ചാൽ പൊതുസമൂഹത്തെ, ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു മന്ത്രിയുടെ കൺമുന്നിൽ വെച്ചുകൊണ്ട് അയാളെ അതിഥിയാക്കി ഇരുത്തിക്കൊണ്ട് ഈ സംഘത്തിന് വെട്ടിപ്പ് നടത്താൻ കഴിയുമെങ്കിൽ പിന്നെ എന്ത് പൊതു താല്പര്യമാണ് സംരക്ഷിക്കപ്പെടുക ഇതിൽ? അല്ല വേണു, ഇതിൽ ഞാൻ അതിലേക്ക് തന്നെ പറഞ്ഞു വന്നത്, ഇപ്പോൾ GCDA പറഞ്ഞിരിക്കുന്ന നിബന്ധന പാലിക്കണം എന്ന് പറയുന്നു. ആ പാലിക്കേണ്ട നിബന്ധന ഓഡിറ്റ് ചെയ്യുന്നത് ആരാ? GCDA ആയിരുന്നു. GCDA അത് ചെയ്തിട്ടില്ല. അതുപോലെ ഗവൺമെൻറ് സംവിധാനങ്ങളൊക്കെ ഇതിൻ്റെ ഒപ്പം നിൽക്കുന്നു. ഇതൊരു MLA വീണ് ഇത്രയും ഗുരുതര പരിക്കേറ്റു, ഒരു സാധാരണക്കാരനാണ് സംഭവിച്ചിരുന്നെങ്കിലോ അവിടെ യാതൊരു സുരക്ഷാ ക്രമീകരണം ഉണ്ടായില്ല. ഇത് MLAക്ക് പകരം സജി ചെറിയാനായിരുന്നെങ്കിലോ അങ്ങനെയൊന്നും വരല്ലേന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഇവിടെ ജോസഫ് സി മാത്യു പറഞ്ഞ ഒരു കാര്യമുണ്ട്. കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ വർഷം നവംബർ 25-ാം തീയതിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു, 4 കുട്ടികളുടെ മരണത്തിനും 61 പേരുടെ പരിക്കിനും, ഗുരുതരമായിട്ടുള്ള പരിക്കിനും കാരണമായിട്ടുള്ള സ്റ്റാമ്പീഡ് ഉണ്ടായിട്ട് അന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ, ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകൾ അത് പറഞ്ഞല്ലോ, അതിൽ ഏതെങ്കിലും കാര്യം നടപ്പാക്കിയോ? ഇന്നും GCDയുടെ ചെയർമാൻ പറയുന്നത് എന്താ? ഇതൊരു അനുഭവമായിട്ട് എടുത്തിട്ട് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നാണ്. അപ്പൊ ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പായി. ചെയർമാൻ അടക്കമുള്ള കാര്യം ഈ കുസാറ്റും ഇപ്പോഴത്തെ സംഭവം തമ്മിൽ നല്ലൊരു മാതൃകാപരമായ ഒരു താരതമ്യത്തിന്റെ തുടർച്ച നമുക്ക് കാണാം. എന്താണത്? അവിടെ ആദ്യം വിദ്യാർത്ഥികളെ ഇതിനകത്ത് പഴിക്കാനാണ് നോക്കിയത്. രജിസ്ട്രാർ പറയുന്നു വിദ്യാർത്ഥികൾ ഈ പരിപാടി അറിയിച്ചില്ല. പോലീസ് പറയുന്നു രജിസ്ട്രാറോ ക്യാമ്പസിലെ ബന്ധപ്പെട്ട അധികൃതരോ ഈ പരിപാടിയുടെ വിവരം അറിയിച്ചില്ല. ഇങ്ങനെയാണത് കൈകാര്യം ചെയ്യപ്പെട്ടതെന്ന് ആലോചിക്കണം. ഈ പരിപാടി നടക്കുമ്പോൾ രജിസ്ട്രാർ ഉണ്ട്, ഈ പരിപാടി നടക്കുന്ന സ്ഥലത്ത് പോലീസുകാരുണ്ട്, അപ്പോഴൊന്നും പ്രശ്നമില്ല. പിന്നെ എപ്പോഴാണ് ഇവരിത് അറിഞ്ഞതായി നാം എല്ലാം മനസ്സിലാക്കേണ്ടത്? ഇവരെ ആരറിയിച്ചു എന്ന് ഇവരുടെ ബോധ്യത്തെ നാം എങ്ങനെയാണ് അംഗീകരിക്കുക? എന്നിട്ട് എന്താ സംഭവിച്ചത്? ഇപ്പോൾ ആ അന്വേഷണം എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ? ഇവിടെയും അതുപോലെ തന്നെയാണ് നടക്കുന്നത്. ഈവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിനെ, അതുപോലെ തന്നെ ഈ പറയുന്ന ഗിന്നസിന്റെ ഈ തട്ടിപ്പ് മൃദംഗാഭിഷനെ ഇതിലാണ് ചുറ്റിത്തിരിയാൻ പോകുന്നത്. അങ്ങേക്കത് ഉറപ്പല്ലേ?
അല്ല, എന്താ സംശയം വേണു? ഞാൻ അത് തന്നെയാണ് പറയാൻ വന്നത്. അതായത് ഈ സംഘാടകരും ഇവിടുത്തെ അധികാരികളും ചേർന്നിട്ടുള്ള ഒരു തട്ടിപ്പാണ്. അതിന് തർക്കമൊന്നും നമുക്ക് വേണ്ട. ഇപ്പോൾ ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയത് കൊണ്ട് അവിടെ പങ്കെടുത്ത 12,000-ഓളം ഡാൻസ് കളിച്ച കുട്ടികൾക്ക് എന്ത് നേട്ടമുണ്ട് എന്ന് പറയണ്ടേ? അവർ ചൂഷണം ചെയ്യപ്പെടുക കൂടിയാണ് ചെയ്യുന്നത്. സാമ്പത്തിക തട്ടിപ്പിന് ഇരയാക്കപ്പെടുന്നു. അവർക്ക് കുടിവെള്ളം പോലും നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവരുടെ മാതാപിതാക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അപ്പോൾ ആ ചൂഷണം നടത്തിയതിന്റെ പുറകിലുള്ള ക്രിമിനൽ ഗൂഢാലോചനയെ കുറിച്ചിട്ട് അന്വേഷിക്കണ്ടേ? ഇത് കേവലമായിട്ടുള്ള ഒരു വെയിലബിൾ ഒഫൻസിന്റെ പേരിൽ കേസെടുത്ത് അത് ഒരു അശ്രദ്ധമായിട്ടുള്ള ഒരു ഗുരുതരമായ പരിക്കിലേക്ക് നയിക്കുന്ന അശ്രദ്ധമായിട്ടുള്ള ഒരു വീഴ്ച അങ്ങനെയൊന്നും പോയാൽ പോരാ. ഇതിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. 12,000-ഓളം വരുന്ന കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെ അവരുമായി ബന്ധപ്പെട്ട ഡാൻസ് സ്കൂളുകളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് ആസൂത്രിതമായിട്ട് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് ഒന്നാമത്തത്. 2, MLA-യും മന്ത്രിയും കമ്മീഷണറും ADGP-യും ഒക്കെ പങ്കെടുക്കുന്ന ഒരു വേദിക്ക് സുരക്ഷ ഒരുക്കിയില്ലെന്ന് പറഞ്ഞാൽ പിന്നെ കേരളത്തിലെ പോലീസിനും ഫയർഫോഴ്സിനും അതോറിറ്റി സുരക്ഷ ഒരുക്കിയാൽ മതിയോ? മുഖ്യമന്ത്രി നവകേരള ബസിന്റെ 2 സ്റ്റെപ്പ് കയറാൻ വേണ്ടിയിട്ട് ഹൈഡ്രോളിക് ലിഫ്റ്റ് ഏർപ്പെടുത്തിയ നാടാണ് കേരളം. അഞ്ചല്ലാതെ കിടന്നിട്ട് പോലും ഇപ്പോഴും ആ സംഘാടകരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേരളത്തിലെ മന്ത്രിമാരെടുക്കുക. താല്പര്യം എന്താ? ഇവരുടെ താല്പര്യം ഇവരെ സംരക്ഷിക്കാനാണ്. സാമ്പത്തിക താല്പര്യം തന്നെയാണ്. ഇവിടുത്തെ സാധാരണക്കാരുടെ സുരക്ഷയോ എന്തിന് ഒരു MLA സുരക്ഷ പോലും അവനവന്റെ തന്നെ. ആ MLA-ക്ക് പകരം അദ്ദേഹമാണ് ഒന്ന് കാൽ വഴുതിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ പോലെ സർക്കാർ സംവിധാനങ്ങൾക്കും കൃത്യമായിട്ടുള്ള ബന്ധമുണ്ടെന്ന് നമ്മൾ സംശയിക്കണം. അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുള്ള വിപുലമായിട്ടുള്ള എഞ്ചിനീയറിംഗ് സംവിധാനമുണ്ട്. അവരാരും നഗരത്തിൽ നടക്കണം. ഇത്തരം ആഘോഷങ്ങളും വിപുലമായിട്ടുള്ള സംവിധാനങ്ങളും നടക്കണം. നഗര ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ വരുന്ന ആളുകൾക്ക് സുരക്ഷ ഒരുക്കേണ്ട സംവിധാനം കൂടി വേണ്ടേ? ഇന്ന് ഏതോ പോലീസ് ഉദ്യോഗസ്ഥൻ കമ്മീഷണറാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിനു വേണ്ടിയിട്ട് 150 ആളുകളെ വോളണ്ടിയർമാരായിട്ട് എടുത്തെന്ന്. ഏകദേശം 12,000 നർത്തകർ പങ്കെടുക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങൾ ബന്ധുമിത്രാദികളടക്കം 10-15,000-ഓളം ആളുകൾ നഗരത്തിൽ വന്നു ചേരുന്ന ഒരു പരിപാടിയിൽ 150 വോളണ്ടിയർമാരെ ഏർപ്പെടുത്തിയെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത് കേട്ടിരിക്കേണ്ട ഗതികേടാണ് നമുക്ക്. ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാരാ? പോലീസ്, ഫയർഫോഴ്സ്, ദുരന്ത നിവാരണ അതോറിറ്റി, ഇങ്ങനെ കുറെ പേരില്ലേ? ഇനി ഒരു MLA, ഒരു മിനിറ്റ് കൂടി ഒറ്റ കാര്യം കൂടി പറയട്ടെ. ഒരു MLA 15 അടി താഴ്ചയിലേക്ക് മുഖമടിച്ച് വീണ് രക്തത്തിൽ കുളിച്ച് കിടക്കുമ്പോൾ അവരെ എടുത്തുകൊണ്ടുപോകുന്ന എങ്ങനെയാ? കയ്യിലും കാലിലും വലിച്ചു പൊക്കി എടുത്തുകൊണ്ട് പോവുക. ഒരു സ്ട്രെച്ചർ ഇല്ല. കൃത്യമായിട്ടുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട സംവിധാനം ഒരുക്കിയിട്ടില്ല. ആ 12,000 കുട്ടികൾക്ക് അവിടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ സംഭവിച്ച പോലെ ഒരു സ്റ്റാമ്പീഡ് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും നടക്കുക? വേണു, അവിടെ ആളുകളുടെ ജീവനറ്റ ശരീരം കൊണ്ട് നിറവിലായിരുന്നല്ലോ കൊച്ചിൻ ഈ സ്റ്റേഡിയം. അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിനോ GCDAക്കോ സംഘാടകർക്കോ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. 3 കൂട്ടരും തുല്യ ഉത്തരവാദികളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ശരി, ശ്രീ TK രാജ്മോഹൻ, ഇതിലെ ഒന്നാമത്തെ പ്രതി ആരാണ്? ഇതൊരു ടോട്ടൽ ഫെയിലിയർ, സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ഫെയിലിയറാണ്. അതിൽ നമുക്ക് പോലീസിനെ കുറ്റം പറയാം, GCDA കുറ്റം പറയാം, കോർപ്പറേഷനെ കുറ്റം പറയാം, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയെ കുറ്റം പറയാം, എല്ലാവരും കുറ്റം പറയണം. കാരണം ഇത് ഒരു ടോട്ടൽ ഫെയിലിയർ സിസ്റ്റം. എവിടെ നടക്കുക? ഏത് നാട്ടിലാണ് നടക്കുക? എങ്ങനെയുള്ള കാര്യം? ഈ കലൂർ സ്റ്റേഡിയത്തിൽ നടന്നത് ഒരു ഇത്തരത്തിലുള്ളൊരു സംഭവം എങ്ങനെ നടക്കുക? കാരണം നമുക്കറിയാം ഈ നാട്ടിൽ ഒരാൾ തട്ടിക്കൂട്ടൊരു ഒരു സംഘടന കുറേ ആൾക്കാർ ക്ഷണിക്കുന്നു, 10-15,000 ഫാമിലി ആൾക്കാരെ വിളിക്കുന്നു, അവർ ഗിന്നസ് ബുക്ക് റെക്കോർഡിന് വേണ്ടി ട്രൈ ചെയ്യുന്നു. ഇത് പോലീസ് നോക്കി നിൽക്കുന്നു. പോലീസ് ഒരു അന്വേഷണം നടത്തേണ്ട. പുതുതായ സിറ്റിയിൽ, കൊച്ചി സിറ്റിയിലോ കോഴിക്കോട് സിറ്റിയിലോ കൊച്ചി സിറ്റിയിലോ ഒരു സംഘടന വന്നിട്ട് ആ സംഘടന പറയാണ് ഞങ്ങളൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാണ്. അപ്പോൾ ആ സംഘടനയെക്കുറിച്ച് അറ്റ്ലീസ്റ്റ് പോലീസ് അന്വേഷിക്കില്ലേ? ഒരു ഇന്റേണൽ എൻക്വയറി കണ്ടക്ട് ചെയ്യില്ലേ? അങ്ങനെ അത് ശരി, അവർ വന്ന് ആൾക്കാരൊക്കെ ക്ഷണിച്ച്, മന്ത്രിയെ ക്ഷണിച്ചു, അല്ലെങ്കിൽ ADGP ക്ഷണിച്ചു, എല്ലാവരും ക്ഷണിച്ചതിന് ശേഷം വന്നു കഴിഞ്ഞ് പോലീസിനെ സമീപിക്കുമ്പോൾ പോലീസ് ചോദിക്കില്ലേ നിങ്ങൾ എവിടെ നിന്നാണ്, എന്താണ്? അതിന് മുമ്പ് ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശ്രീ TK രാജ്മോഹൻ. ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തി ഇവരെ ബന്ധപ്പെടുകയുണ്ടായി. അപ്പോൾ ആ സമയത്ത് അവർക്ക് അവസരമില്ല എന്ന് പറഞ്ഞു, എല്ലാവരും ആയിക്കഴിഞ്ഞു എന്നൊക്കെയുള്ള വിശദീകരണമാണ് നൽകിയത്. അതിനുശേഷം പിന്നീട് വീണ്ടും ഇവരെ തിരിച്ചു വിളിക്കുന്നു. ഈ വ്യക്തി വീണ്ടും ബന്ധപ്പെടുന്നു. ചില ആളുകളൊക്കെ വരാതിരിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് അപ്പോൾ ആ സംഘാടകർ പറയുന്നത്. പിന്നെയുള്ള ഇവരുടെ സംസാര രീതി മുഴുവൻ ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിൽ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ തുക പറയൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെയാണ് പോകുന്നത്. അപ്പോൾ തന്നെ ഇതിൻ്റെ നടത്തിപ്പിൽ അപാകതകളുണ്ട് ഇന്ന് ഈ വ്യക്തിക്ക് തോന്നുന്നു. ഈ വ്യക്തിക്ക് തോന്നുന്നതിൻ്റെ ഭാഗമായി ഈ വ്യക്തി ചെയ്യുന്നത് ഈ പറയുന്ന, അതിനിടയിൽ ഇയാൾക്ക് മനസ്സിലാകുന്നുണ്ട് ടിക്കറ്റൊക്കെ വെച്ചിട്ടുള്ള ചില പരിപാടികളാണ്. അപ്പോൾ GST വകുപ്പിനെ അറിയിക്കുന്നു. ഒരു വ്യക്തി എത്ര ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിച്ചു എന്നതാണ്. അയാളാണ് ഇതിലെ ആദ്യത്തെ പരാതിക്കാരൻ. ഈ GST വകുപ്പിനെ ഇത് അറിയിക്കുന്നു, ഇങ്ങനൊരു തട്ടിപ്പ് പരിപാടി നടക്കുന്നുണ്ട്, നിങ്ങളതുമായി ബന്ധപ്പെട്ട പരിശോധനകളിലേക്ക് വേണം. ഈ പാലാരിവട്ടം പോലീസിനെ പോയി അറിയിച്ചു 25-ാം തീയതി അറിയിച്ചു. ഈ ഈവൻ്റ് ഒക്കെ നടക്കുന്നതിന് വളരെ മുന്നേ തന്നെ. അത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇയാളെ അവർ വിളിക്കുകയാണ്, ഈ സംഘാടകർ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങൾ പോലീസിൽ പറഞ്ഞ് ഇങ്ങനൊരു പരിപാടി അട്ടിമറിക്കാനാണോ നോക്കുന്നത്? അത് സാധ്യമല്ല.
അപ്പോൾ പിന്നെ ഇവരുടെ ഒരു ശക്തിയാണല്ലോ അപ്പോൾ മനസ്സിലാകുന്നത്. പോലീസിൽ പറഞ്ഞ കാര്യം പറഞ്ഞ് ഇവരറിയുകയും ഇവർ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇയാൾ വഴങ്ങേണ്ട സാഹചര്യം വരുന്നു. അപ്പോൾ പോലീസിന് ഇതൊക്കെ അറിയുമായിരുന്നു. പോലീസ് ആരുടെ പക്ഷത്താണ് എന്നതും വ്യക്തമല്ലേ? ശരിയാണ് ശ്രീ വേണു. ഈ മേപ്പാടിയുള്ള ഒരു തട്ടിക്കൂട്ട് സംഘം, ആ സംഘം വന്ന് കൊച്ചി സിറ്റിയിൽ ഒരു പ്രോഗ്രാം നടത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ബാക്കപ്പ് ഉണ്ട്, നല്ലൊരു ഫോഴ്സ് അവരെ പറയുന്നുണ്ട്. ആരോ സമ്പടി ബാക്കപ്പ് ചെയ്താൽ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവില്ല. അവർക്ക് പോലീസ് സപ്പോർട്ടും അല്ലെങ്കിൽ GCDA സപ്പോർട്ടും അല്ലെങ്കിൽ കോർപ്പറേറ്റ് സപ്പോർട്ടൊക്കെ ഒരു കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു ബാക്കിംഗ് ഉണ്ട്. അതാണ് പറയുന്നത്, ഇവിടെ കേരളത്തിൽ പല കാര്യങ്ങളും നടക്കുന്നത് പൊളിറ്റിക്കൽ ബാക്കിങ്ങോ അല്ലെങ്കിൽ വേറെ വല്ല ഫൈനാൻസ് ബാക്കിങ്ങോ അല്ലെങ്കിൽ വേറെ വല്ല ഗ്രൂപ്പിൻ്റെ ബാക്കിങ്ങോ ആണ് പല സംഭവങ്ങൾ നടക്കുന്നത്. നമ്മൾ കണ്ടുവരുന്ന ഇപ്പം കൊച്ചി കുസാറ്റിലെ സംഭവം പറഞ്ഞു, അതേപോലെ തന്നെ ആണ് ഈ പിന്നെ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായിട്ട് കുറച്ചാൾ മരിച്ച സംഭവമുണ്ട് അവിടെ കളമശ്ശേരി ഒരു പള്ളിയിൽ. അവിടെ കൂടിയിട്ടും അവിടെയും പ്രശ്നം ഉണ്ടായി ഇതേപോലെ. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ്, പ്രോപ്പർ മാനേജ്മെൻറ്റ്, ക്രൗഡ് മാനേജ്മെൻറ്റ് ഇല്ല, ഇതിനൊരു ഒരു സ്റ്റാൻഡേർഡ് ഓഫീസ് SOP ഇല്ല. അങ്ങനത്തെ കളമശ്ശേരിയിൽ പിന്നെയും ആളുകൾ ഒരു മാതൃകാപരമായൊക്കെ കുറെ പ്രവർത്തിച്ചതുകൊണ്ടാണ് ഈ പറയുന്ന ജീവഹാനിയും പരിക്കളും കുറഞ്ഞതെന്ന് നമ്മൾ ആ ഘട്ടത്തിൽ ചർച്ച ചെയ്താണ്. അല്ലല്ല, എനിക്കറിയേണ്ടത് ശ്രീ TK രാജ്മോഹൻ, അങ്ങ് NIA അടക്കം പ്രവർത്തിച്ചിട്ടുള്ളതാണ്, ഇവിടെ റിട്ടയർഡ് SP ആയിട്ടിരിക്കുകയാണ്, ദീർഘകാലം പോലീസ് മേഖലയിൽ സേവനം നടത്തിയിട്ടുള്ള ഒരാളാണ്. ഇവിടെ ഈ പോലീസുകാർക്കറിയില്ലേ 12,000 കുട്ടികൾ വരുമ്പോൾ എത്ര രക്ഷിതാക്കൾ വരും, എത്ര വാഹനങ്ങൾ അതിനുവേണ്ടി അവിടെ ഉണ്ടാകും? കലൂര് പോലൊരു സ്ഥലമാണല്ലോ, പ്രധാനപ്പെട്ട ഒരു കേന്ദ്രവുമാണല്ലോ. അപ്പോൾ പോലീസിനറിയില്ലേ ഇത്രമാത്രം സംവിധാനങ്ങൾ അവരിവിടെ ഒരുക്കുന്നു, അതിൻ്റെ സ്റ്റേജ് എങ്ങനെയായിരിക്കണം, ഈ കാര്യങ്ങളെല്ലാം അവർ സ്വാഭാവികമായും പരിശോധിക്കേണ്ടതില്ലേ? ഒരു ADGP ആണ് ആ സദസ്സിലുണ്ടായിരുന്നത്, ആ വേദിയിലുണ്ടായിരുന്നത്, ADGP ശ്രീജിത്ത്. ശരിയാണ് വേണം, തീർച്ചയായിട്ടും. കാരണം നമുക്ക് 12,000 സ്ത്രീകളാണ്, പെൺകുട്ടികളാണ് വരുന്നത്. അവരെ 12,000 അവരെ ഫാമിലി, അപ്പം ടോട്ടലായിട്ട് 10-20,000 അവിടെ ആളുകൾക്കാരും, അതൊക്കെ സ്ത്രീകളാണ് കൂടുതൽ. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ സ്ത്രീ പോലീസ് കൂടുതൽ വേണം, സംവിധാനങ്ങൾ കൂടുതൽ വേണം, സെക്യൂരിറ്റി കൂടുതൽ വേണം. അപ്പോൾ ടോട്ടൽ ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട് പോലീസിൻ്റെ ഭാഗത്ത്. അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ്. ആ വിഷയം അന്വേഷിച്ച് തെറ്റുകാരാരാണെന്ന് കണ്ടെത്തണം. അതേപോലെ തന്നെ ബാക്കിയുള്ള ഏജൻസികൾക്കുമുള്ള വീഴ്ചകൾ എന്താണ്, ഇതൊക്കെ കൂട്ടായി അന്വേഷിക്കണം. അല്ലല്ല, 4.5 കോടി ഇങ്ങനെ ഈ കുട്ടികളിൽ നിന്ന് തന്നെ പിരിക്കുന്നു, പിന്നെ അതിനുശേഷം മറ്റു തരത്തിലുള്ള പിരിവുകളും എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഈ പറയുന്ന രക്ഷിതാക്കൾക്ക് ഇരിക്കാനുള്ള വേദികളിൽ ഈ ബുക്ക് മൈ ഷോ പ്രകാരം ബുക്ക് ചെയ്യാം, ഇങ്ങനെ 2 തട്ടിലായിട്ട് അവരെ ഇരുത്തുന്നു. 149 299 ഇങ്ങനെയൊക്കെ പിരിക്കുകയാണ്. ഈ വിവരങ്ങളൊന്നും ആർക്കും അറിയില്ല. ഇതിനൊന്നും രസീത് കൊടുക്കുന്നില്ല, ഒന്നുമില്ല. 4.5 കോടിയിലല്ല കാര്യങ്ങൾ, വലിയ തോതിൽ പിരിച്ചിട്ടുണ്ടാകും. വലിയ സ്പോൺസർമാരല്ലാതെ തന്നെ ഈ പരിപാടിയിൽ വന്നിട്ടുണ്ട്. അതിനൊക്കെ ഇടനിലക്കാരായ ചില സിനിമാക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ അവർക്ക് അതിൽ സാമ്പത്തികമായവരൊന്നും നേടിയിട്ടില്ല എന്നൊക്കെയുള്ള ന്യായവാദവുമായി വരുന്നുമുണ്ട്. അതുകൊണ്ട് ഇതൊരു വലിയ കോക്കസ് അല്ലേ, ഇതിൻ്റെ ഒരു പടി പോലീസിനും കിട്ടുന്നില്ലേ സത്യസന്ധമായി പറഞ്ഞാൽ ശ്രീ രാജ്മോഹൻ? തീർച്ചയായിട്ടും നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഒരു ഏജൻസിയെ നമ്മൾ അവർ ക്ലീൻ ആണെന്ന് പറയാൻ ഞാൻ തയ്യാറില്ല. കാരണം ഈ ഏജൻസികൾക്കൊക്കെ കൂട്ടായ ഉത്തരവാദിത്തമുണ്ട്, പോലീസിന് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. കാരണം ഇത്തരത്തിൽ ടിക്കറ്റ് വെക്കുന്നതും അല്ലെങ്കിൽ ആൾക്കാർ വരുന്നതും പണം പിരിക്കുന്നതും ഒക്കെ പോലീസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം അറിഞ്ഞിരിക്കണം. അവർക്കാണെങ്കിൽ അവർ അഡ്വാൻസ് ആയിട്ട് ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അങ്ങ് ഒരു നിഷ്കളങ്കത കാണിക്കരുത്, ഇതെല്ലാം അറിയാമല്ലോ അവർക്ക്. തീർച്ചയായിട്ടും ഞാൻ ഒരിക്കൽ ന്യായീകരിക്കാൻ പറ്റില്ല. പോലീസിന്റെ ഭാഗത്തുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതിന് അന്വേഷണത്തിൽ കൂടി കൊണ്ടുവന്ന് ആരാണ് കുറ്റക്കാർ, അവരുടെ മേൽ നടപടിയെടുക്കണം. ഇപ്പൊ പുട്ട വിമലാദിത്യയുടെ നേതൃത്വത്തിലാണല്ലോ ഈ പരിശോധന നടക്കുന്നത്. അങ്ങനെ പുട്ട വിമലാദിത്യക്ക് ഈ പരിശോധന നടത്താൻ കഴിയുന്ന എന്തെങ്കിലും ഒരു ധാർമ്മികമായ എന്തെങ്കിലും ഒരു അധികാരമുണ്ടോ അദ്ദേഹത്തിന്? അല്ല, നമുക്കൊരു ഓഫീസർ പേഴ്സണലായി പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ ഓഫീസർ വളരെ സെൽഫായ നല്ല ഓഫീസറാണ്. അയാളെ കുറിച്ച് പുതിയ നല്ല ഒരാൾ വ്യക്തിപരമായി നന്നായിരുന്നിട്ട് എന്ത് കാര്യം? തീർച്ചയായിട്ടും അതെ, അദ്ദേഹം തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തി കുറ്റക്കാരായ ഉദ്യോഗസ്ഥന്മാരെ കണ്ടെത്തി ശിക്ഷിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചാൽ ഇത് എവിടെ ചെന്നെത്തും, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ശരി, ശ്രീ MP മഹേഷ് കുമാർ, ഇവിടെ ആരൊക്കെയാണ് മുഖ്യ കുറ്റവാളികൾ? ഇന്ന് K. ചന്ദ്രൻപിള്ളയെ പോലെ പരിണതപ്രജ്ഞനായ ഒരു വ്യക്തി ഇരുന്ന് പറയുകയായിരുന്നു, ഞങ്ങൾ കൃത്യമായി കരാറിൽ ഏർപ്പെട്ടിരുന്നു ഈ കൂട്ടരുമായി. 24 വ്യവസ്ഥകളുള്ള കരാറാണ്. ഈ 24 വ്യവസ്ഥകളുള്ളൊരു കരാർ കൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഏതെങ്കിലും വ്യവസ്ഥ പാലിച്ചിട്ടുണ്ടോ? അതിനകത്ത് പരമപ്രധാനമായ കാര്യമെന്ന് പറയുന്നത് പ്രത്യേകമായൊരു നിർമ്മാണമോടെ നടത്തുന്നുവെങ്കിൽ അതിന് ബന്ധപ്പെട്ട അനുമതികൾ വേണമെന്നാണ്. ഈ GCDAയോട് പ്രത്യേകമായ നിർമ്മാണം വേണമെന്ന ഒരാവശ്യം പോലും ഇക്കൂട്ടർ വെച്ചിട്ടില്ല. 15 ലക്ഷം രൂപ കെട്ടിവെച്ചു, അവിടെ തീർന്നു ചന്ദ്രൻപിള്ളയ്ക്ക് ഈ കാര്യത്തിലുള്ള താല്പര്യം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നതെല്ലാം തുടർച്ചയായ നിയമലംഘനങ്ങളാണ്. എന്നിട്ടൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ ചന്ദ്രൻപിള്ള ഇന്ന് ഈ പറയുന്ന ഈ മൃദംഗാവിഷനെയും ഈ ഓസ്കർ ഈവന്റ് മാനേജ്മെന്റിനെയൊക്കെ കുറ്റം പറയുന്ന ഈ ചന്ദ്രൻപിള്ള ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആ വേദിയിൽ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയാണ് അയാൾക്ക് അവിടെ കയറിയിരിക്കാൻ പറ്റുന്നത്? അപ്പോൾ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് അറിയില്ലേ അവിടെ ഇങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നിരിക്കുന്നു? അത് താൻ ചെയർമാനായിരിക്കുന്ന GCDAയുടെ അറിവോടെയല്ല. ഇത് ആരെയാണ് പറ്റിക്കുന്നത് മഹേഷ് കുമാർ?
ഈ വിഷയത്തിൽ ശരിക്കും നമ്മൾ കൃത്യമായി GCDക്ക് ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ അതിനകത്ത് ഇദ്ദേഹം പറഞ്ഞതുപോലെ 21-22 നിർദ്ദേശങ്ങൾ എഗ്രിമെൻറ്റിലുണ്ട് എന്ന് പറയുന്ന അതിൽ ഒന്നാമത് പോലീസ്, ഫയർഫോഴ്സ്, PWDയുടെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കുറയാതെ ഉള്ളയാൾ ബന്ധപ്പെട്ട സ്റ്റേജിൻ്റെ പരിശോധന നടത്തുക, അതല്ലെങ്കിൽ ഏറ്റവും മിനിമം ഈ അപകടം പറ്റിയ ആളെ എടുത്തുകൊണ്ട് പോകാൻ ഒരു സ്ട്രക്ചർ പോലും ഉണ്ടായിരുന്നില്ല. ഒരു പേഷ്യൻറ്റിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ പറ്റിയ അപകടം കൂടുതലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതേപോലെ ഇലക്ട്രിസിറ്റി ഇൻസ്പെക്ടറേറ്റിലെ അനുമതി, ഇത് ഞാൻ പോലീസിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ അറിവിലനുസരിച്ച് ഇത്ര പോലീസ്മെൻ്റെ വിട്ടുകൊടുക്കണം, ഇത്ര ആൾ വരണം, ഇങ്ങനെയുള്ള ഒരു പരിശോധന നടന്നിട്ടില്ല. കൊച്ചിൻ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ റവന്യൂ വിഭാഗത്തിന് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നതേ അറിയില്ല. ഇത്തരം കാര്യങ്ങൾക്കകത്ത് പറയുമ്പോൾ ഇങ്ങനെ അനുമതികൾ ഞങ്ങളെല്ലാം കൃത്യമായി എഗ്രിമെൻറ്റോടുകൂടി കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ സ്റ്റേജ് നിർമ്മാണം GCDയുടെ എഞ്ചിനീയർ, GCDയുടെ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ GCDക്കകത്ത് ഒരു സ്ട്രക്ചറൽ ഡ്രോയിങ് വെച്ചുണ്ടാക്കിയ ക്യാൻഡിലിവർ ഇതിനകത്ത് കൊണ്ടുവന്ന് ഒരു സ്റ്റേജ് നിർമ്മിക്കുമ്പോൾ അതിന് ഏതെങ്കിലും ഒരു പെർമിഷൻ അത് എഞ്ചിനീയർ സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ? എഞ്ചിനീയറുടെ കൺമുന്നിൽ ഇത് പണിത് കൂട്ടിയത്. GCDയിൽ അവിടെ ഒരു എഞ്ചിനീയർ ഉണ്ട്, ഡ്യൂട്ടി AE. അത് കൂടാണ്ട് GCDയുടെ പ്രധാനപ്പെട്ട എഞ്ചിനീയേഴ്സ് ഉണ്ട്, GCDയുടെ സെക്രട്ടറി ഉണ്ട്. ഇവരാരും തന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് GCDയെ ചെയർമാൻ തന്നെ ഈ ബന്ധപ്പെട്ട സ്റ്റേജിനകത്ത് കയറിയിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ പറയുന്നത് സാങ്കേതികമായി പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥനെ കാഴ്ചയിൽ മുൻപിൽ നിർത്തിക്കൊണ്ട് സ്ലാൻഡിംഗ് ആയി ഫ്രണ്ടിൽ, ഇപ്പോൾ സജി ചെറിയാൻ പറഞ്ഞതുപോലെ, എന്താ സജി ചെറിയാൻ പറഞ്ഞത്? അത് ആ ഫ്രണ്ടിൽ ഹാൻഡ് റെയിൽ ഇല്ലാത്ത ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. വളരെ നിസ്സാരവൽക്കരിക്കുക. ഒരു വലിയ ഇവന്റ് നടക്കുമ്പോൾ പാലിക്കേണ്ട യാതൊന്നും തന്നെ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. അല്ല, ഒരു കാര്യത്തിൽ സ്ഥിരീകരണം വേണം. കിട്ടിയ വിവരം നമുക്ക് ശരിയാണോ അല്ലയോ എന്ന് അറിയണമല്ലോ ഒരാളെ വിമർശിക്കുമ്പോൾ. ശ്രീ മഹേഷ് കുമാർ, ചന്ദ്രൻപിള്ള അവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ? താങ്കളുടെ അറിവിൽ ഉണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അതിനകത്തൊരു ഉറപ്പ് വരണം. അല്ല, ഇതിനകത്ത് ഈ സ്റ്റേജിൽ വീഡിയോ മറ്റു കാര്യങ്ങളൊക്കെ പുറത്തു തന്നെ കുറവാണ്. പക്ഷേ തലേ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ അതുവഴി യാത്ര ചെയ്ത ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് GCDയുടെ എഞ്ചിനീയർ, ആ സ്റ്റേഡിയത്തിൽ തന്നെയുള്ള എഞ്ചിനീയറുടെ കാഴ്ചയിലാണ് ഈ സ്റ്റേജ് അവിടെ കെട്ടിപ്പോക്കി 3-5 ദിവസമായിട്ട് പണി നടന്നിരുന്നതെന്ന്. അവിടെ നിൽക്കുന്ന കടക്കാർ പറയും അദ്ദേഹത്തിന് മുമ്പിൽ, അവരുടെ മുമ്പിൽ വെച്ചാണ് ഇത് പണി നടന്നത്. അവിടെ ആലോചിക്കുന്ന 24 വ്യവസ്ഥയുടെ ഒരു കരാറുണ്ട്. ആ കരാറിൽ ഏത് കൂട്ടർ വന്നാലും 15 ലക്ഷം അവിടെ കെട്ടിവെച്ചാൽ പിന്നെ എന്ത് തോന്നിവാസവും നടക്കും. GCD അതിന്റെ പുറകെ പോയി ഒന്നും പരിശോധിക്കാൻ പോകുന്നില്ല എന്നതല്ലേ തെളിയുന്നത്? അങ്ങനെയാണ് തെളിയുന്നതെങ്കിൽ പിന്നെ അത്തരമൊരു കസേരയിൽ ഇരിക്കുന്നയാൾ അത്തരമൊരു കസേരയിൽ ഇരിക്കുന്നയാൾ എന്ത് താല്പര്യത്തെയാണ് സംരക്ഷിക്കുന്നത് എന്നത് വ്യക്തമാവുകയല്ലേ? ആ വേദിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് നമുക്ക് പിന്നീട് പരിശോധിക്കാം. ഇനി ആ വേദിയിൽ എത്താതെ തന്നെ ഇരുന്ന ഇരിപ്പിടത്തിൽ എത്ര കുറ്റകരമായ ഇരിപ്പാണ് ഇരിക്കുന്നത് ഇന്നും ചന്ദ്രൻപിള്ള എന്നത് വ്യക്തമല്ലേ? ഇതിനകത്ത് നിയമപരമായി പറയുകയാണെങ്കിൽ ഗുരുതരമായ പെശക് GCDയുടെ ഭാഗത്തുനിന്നുണ്ടായെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ സജി ചെറിയാൻ മന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ സജി ചെറിയാന്റെ ഗൺമാന്റെ ജോലി അവിടെ ഏതെങ്കിലും അക്രമം ഉണ്ടായ തടയൽ മാത്രമല്ല, തന്നെ മന്ത്രി പങ്കെടുക്കുമ്പോൾ അതിനകത്ത് സുരക്ഷയുണ്ടോ എന്ന് പരിശോധിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരടക്കം വന്ന് പരിശോധിച്ചിട്ടുണ്ട്. പോലീസിന് ഗുരുതര വീഴ്ച പറ്റിയിട്ടുണ്ട്. ഫയർഫോഴ്സ് വിഭാഗത്തിനകത്ത് സുരക്ഷാ ചുമതല അവരെ അറിയിച്ചിട്ടുണ്ട്. അവരുടെ NOC ഉണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്. അത് കൂടാതെ തന്നെ ഈ GCDയുടെ ഉദ്യോഗസ്ഥർക്ക്, GCDയുടെ ഭരണാധികാരികൾക്ക്, ചെയർമാൻ അടക്കമുള്ള ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾക്കകത്ത് ആർക്കും എന്തും യഥേഷ്ടം ഇങ്ങനെ നടത്താം എന്നുള്ള ഒരു കാര്യം അത് അംഗീകരിക്കാൻ കഴിയില്ല. ശരി, ഞാൻ ജോസഫ് സി മാത്യു, 24 വ്യവസ്ഥയുടെ മാഹാത്മ്യം ഇങ്ങനെ പാടിപ്പാടി നടക്കുകയാണ് കെ ചന്ദ്രൻപിള്ള. അവിടെ കഴിഞ്ഞോ ചന്ദ്രൻപിള്ളയുടെ ഉത്തരവാദിത്തം? ചന്ദ്രൻപിള്ള എത്രയോ കാര്യങ്ങളിൽ നല്ല ഉത്തരവാദിത്ത ബോധത്തോടെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഒരു പാർട്ടി നേതാവ് എന്ന നിലയിൽ, ഒരു ട്രേഡ് യൂണിയൻ സംഘടനയുടെ നേതാവ് എന്ന നിലയിൽ, രാജ്യസഭാ MP എന്ന നിലയിൽ, പിന്നെ രാഷ്ട്രീയമായി കോളിളക്കമുണ്ടാക്കാവുന്ന പല കാര്യങ്ങളിലടക്കം വളരെ സൂക്ഷ്മമായി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് അല്ലേ? ഈ ചന്ദ്രൻപിള്ള ഇപ്പോൾ 24 വ്യവസ്ഥകളുള്ളൊരു കരാർ എടുത്തു വെച്ചുകൊണ്ട് മൃദംഗാവിഷന് മാത്രമാണ് പഴി എന്ന രൂപത്തിൽ അവതരിപ്പിച്ചാൽ അതിൽ അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി എത്രമാത്രം എന്നത് സംശയിക്കപ്പെടേണ്ടതല്ലേ? 2, ഈ മന്ത്രി പങ്കെടുക്കുന്നതിൽ ഇത്ര വലിയ നികുതി വെട്ടിപ്പ് നടക്കുന്നുവെങ്കിൽ ഈ മന്ത്രി ആർക്കു വേണ്ടിയാണ് നിന്നത് ആ വേദിയിൽ? വേണു ഇവിടെ പറഞ്ഞതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് GCDയുടെ കാര്യം. GCDയുടെ കാര്യത്തിൽ ശ്രീ ജോസഫ് അങ്ങയോടാണ്, പറഞ്ഞോളൂ. അല്ല വേണു, GCDയുടെ കാര്യത്തിൽ GCDയെ ആ ഗ്രൗണ്ട് കൊടുക്കുമ്പോൾ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണ് കൊടുത്തത് എന്നാണ് സഖാവ് ചന്ദ്രൻപിള്ള പറയുന്നത്.
അപ്പോൾ ആ സമയത്ത് ആ വ്യവസ്ഥകൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ തീർച്ചയായിട്ടും GCDAക്കുണ്ട്. അതിലൊരു സംശയവുമില്ല. ഈ പറഞ്ഞതുപോലെ അതിന് വിരുദ്ധമായ കാര്യങ്ങൾ ആ ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കാനും അത് അറിയാനുമുള്ള സംവിധാനം ഉണ്ടാകണം. അത് തീർച്ചയായിട്ടും അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക സാധ്യമല്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോൾ GCDAയുടെ ഗ്രൗണ്ട് അല്ലെന്ന് വിചാരിക്കുക, ഒരു സ്വകാര്യ വ്യക്തിയുടെ ഗ്രൗണ്ടിലാണ് ഇത് നടക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മളീ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും എടുക്കാൻ ബാധ്യസ്ഥരാണ്. ഇപ്പം ഞാൻ പറയുന്നത് ആ ഗ്രൗണ്ട് കൊടുത്തത് GCDA ആണ്. GCDA വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണ് കൊടുത്തത്. ആ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും ഇല്ലെങ്കിൽ അപ്പോൾ നടപടിയെടുക്കാനും. ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോഴല്ല, അവർക്ക് ബാധ്യതയുണ്ട്, ഒരു സംശയവുമില്ല. പക്ഷേ ഇവിടുത്തെ ഇതുപോലൊരു പബ്ലിക് ഇവൻ്റ് നടക്കുമ്പോൾ അതിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഗ്രൗണ്ട് ഉടമസ്ഥരല്ല. ഗ്രൗണ്ട് സ്വകാര്യ വ്യക്തിയുടെ ആണെങ്കിൽ പോലും കേരളത്തിൽ നടക്കുന്ന പൊതുജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു പബ്ലിക് ഇവൻറ്റിൽ എന്തൊക്കെ മാനദണ്ഡങ്ങൾ വേണം എന്നുള്ളതിന് കൃത്യമായ നിഷ്കർഷയുണ്ട്. ഇത് ക്യുസാറ്റിൻ്റെ പശ്ചാത്തലത്തിലല്ല, അതിന് മുമ്പേ ഉണ്ടാവേണ്ടതാണ്. അത് ഇവിടെ ആറ്റുകാൽ പൊങ്കാല വരുമ്പോൾ മറ്റേ അതുപോലെ റിലീജിയസ് ഇവൻറ്റ്സ് എന്നുള്ള രീതിയിൽ മാത്രം SDMA ഒരു കുറിപ്പ് എഴുതി വെക്കുന്നതുകൊണ്ട് അത് തീരുന്നില്ല. ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ട് ഇതൊന്നും ഇവിടെ പാലിക്കപ്പെടുന്നില്ല. ഈ പാലിക്കപ്പെടാത്ത ഈ ചടങ്ങിൽ ഇത് മുഴുവൻ കണ്ടിട്ട് അവിടെ കൈവരി കെട്ടേണ്ടതിന് പകരം കയറ് കെട്ടി എന്നൊരു പ്രശ്നം, റിബൺ കെട്ടി എന്നൊരു പ്രശ്നമേ ഉള്ളൂ എന്നൊരു മന്ത്രി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ നിയമലംഘനങ്ങൾ മുഴുവൻ ഈ നാട്ടിൽ യഥേഷ്ടം നടത്താൻ ഇവരെ അനുവദിച്ചു കൊടുക്കുകയാണ്. ഇവരനുവദിച്ചു കൊടുത്തിട്ട് ദുരന്തം വരില്ല എന്ന് ആഗ്രഹിക്കുകയാണ്, അല്ലെ പ്രാർത്ഥിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ പോകുന്നവർ സൂക്ഷ്മത എടുത്താൽ വീഴില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഉമാ തോമസ് വീണ് കിടക്കുന്നത് കൊണ്ട് അത് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സുരക്ഷ തന്നെ കരുതിക്കോണം എന്നാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലേ. നിങ്ങളിവിടെ ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ കുറേ ഗ്ലാസ് ബ്രിഡ്ജുകൾ ഉണ്ടാക്കി, നിങ്ങൾ കണ്ടിരുന്നു. ആക്കുളത്തൊരെണ്ണം ഉണ്ടാക്കി, സ്ഥാപിക്കുന്നതിന് മുമ്പേ പൊട്ടി. കടലിലോട്ട് കുറേ പാലം ഉണ്ടാക്കി. വിദേശത്തൊക്കെ പോകുമ്പോൾ ഇവർ കാണും, വന്നിട്ട് പാലം ഉണ്ടാക്കുകയാണ്. നിങ്ങളവിടെ മൂപ്പിലങ്ങാട് ബീച്ചിൽ പോയി, പാപനാശത്ത് പോയി, തൃശ്ശൂർ പോയി. ഇവിടുത്തെ ഓളത്തിൻ്റെ ഒരു വ്യാപ്തി, ടൈഡിൻ്റെ വ്യാപ്തി, ഇങ്ങനത്തെ ശാസ്ത്രീയമായ ഒരു പഠനവും ഇല്ലാതെ ആഘോഷമായിട്ട് പോയി ഉദ്ഘാടനം ചെയ്തിട്ട് കേരളം വികസിക്കുകയാണെന്ന് പറയുകയാണ്. വർക്കല വന്നിട്ട് പാരാഗ്ലൈഡിങ് എന്ന് പറഞ്ഞ് ഒരെണ്ണം നടത്തി 2 പേര് അവിടെ ഹൈമാസ്റ്റ് ലൈറ്റിൽ കുരുങ്ങിയിരിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പഠനം നടത്തിയിട്ടാണോ? ഇങ്ങനെയാണോ ടൂറിസം വളർത്തുന്നത്? കാരവൻ ടൂറിസം, 2 പേരിപ്പം അകത്തും മരിച്ചു കിടന്നത് നമ്മൾ കണ്ടു. അപ്പം ഞാൻ പറയുന്ന വളരെ അശാസ്ത്രീയമായിട്ട് ഒരു മുൻകരുതലുമില്ലാതെ ഇവർ ആവർത്തിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ മുൻഗണന അതൊന്നുമല്ല. ഇപ്പോൾ 5 കോടി രൂപയ്ക്ക് സ്കൂൾ ഉണ്ടാക്കും, വലിയ സർക്കാർ സ്കൂളുകൾ പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെട്ടു എന്ന് പറയുകയാണ്. നിങ്ങൾ 2ാമത്തെ കുട്ടിയാണ് ക്ലാസ് റൂമിനുള്ളിൽ നിന്ന് പാമ്പ് കടിയേക്കുന്നത്. അപ്പോൾ ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രയോറിറ്റി ക്ലാസ് റൂമിലെ പൊനമടക്കുകയാണോ, അതോ ആ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഒരു സ്കൂൾ 5 കോടി രൂപയ്ക്ക് പണിയുക എന്നുള്ളതാണോ? എന്നിട്ട് ഇവർ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലം വർദ്ധിക്കുന്നു, അത് വർദ്ധിപ്പിക്കണം, ഇങ്ങനെ കുറേ പ്രസംഗം നടത്തുകയാണ്. ആദ്യം നമുക്ക് പൊനമടയ്ക്കാം, പാമ്പ് കടിയേക്കത്തില്ലെന്ന് ഉറപ്പുവരുത്താം. ഈ കാര്യങ്ങൾ മുഴുവൻ അശാസ്ത്രീയമായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ ആംബുലൻസിൽ 2 പേര് മരണപ്പെട്ടത് ഇന്നലെ നമ്മൾ കണ്ടു. ഇവിടെ നേരത്തെ ചർച്ചയിലും പറഞ്ഞു, മുഖ്യമന്ത്രി അതിലെ സഞ്ചരിക്കുമ്പോൾ, മന്ത്രിമാർ സഞ്ചരിക്കുമ്പോൾ, എല്ലാവരും സഞ്ചരിക്കുമ്പോൾ ഇല്ല, അതുകൊണ്ടാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിക്കുക, എല്ലാ സൈഡ് റോഡുകളും അടയ്ക്കുന്ന രീതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് ഈ ട്രാഫിക് ലൈറ്റുകൾ മുഴുവൻ ചുവപ്പും പച്ചയൊന്നും കത്തൂല്ല, പിന്നെ ഈ മഞ്ഞ മിന്നത്തേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇവിടെ അദ്ദേഹം പോയി കഴിഞ്ഞിട്ട് പോയാൽ മതി, 1/4 മണിക്കൂർ അങ്ങനെ ഇവിടെ ട്രാഫിക് നിയന്ത്രിക്കുകയാണ്. ഇതുപോലെ വലിയ ഗതാഗതക്കുരുക്ക് ഇവിടെ നമ്മുടെ ഹൈവേ നിർമ്മിക്കുന്നത് തന്നെ വേറെ ഒരു വലിയ മാരണമായിട്ടാണ്. നമ്മൾ പോകുന്നത് 2 നില കെട്ടിടത്തിൻ്റെ മുകളിൽ മണ്ണടിച്ച് കയറ്റി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഇപ്പോൾ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് ബ്ലോക്ക് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിലെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നിർത്തിയാൽ ബ്ലോക്കുള്ള സ്ഥലത്ത് ഡൈവേർട്ട് ചെയ്ത് വിടുകയെങ്കിലും ചെയ്യാമല്ലോ. എവിടെയാണ് ഈ മുൻഗണനാക്രമം? ഇവിടെ കുറേ ഒരു ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് വാടക കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് മുഴുവൻ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടെ ചിലർക്ക് വേണ്ടി മാത്രം നിയമം വഴിമാറുന്നതാണ് നമ്മൾ കാണുന്നത് മുഴുവൻ. അവിടെയാണ് ഞാൻ നേരത്തെ SDMAയുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, അതൊരു ഡിസാസ്റ്ററാണ്. അവരൊരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. വയനാടും ചൂരൽമല ദുരന്തത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മൾ പറയുന്ന ഇതാണ്, ഒരു ഏർലി വാർണിംഗ് സിസ്റ്റവും ഇവർ കൊടുക്കുന്നില്ല. ഏർലി വാർണിംഗ് സിസ്റ്റം കൊടുക്കാൻ കഴിയുമായിരുന്നു റെയിൻ ഇൻഡ്യൂസ്ഡ് ലാൻഡ് സ്ലൈഡ്സിൽ എന്നുള്ളതിന്
ഇവിടെ പഠനമുണ്ട്. അതേ സ്ഥലത്ത് വാണിംഗ് കൊടുത്തല്ലോ, ഒരു സ്വകാര്യ ഏജൻസി കൊടുത്തല്ലോ. അപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾക്ക് ആ വിവരം ശേഖരിക്കാൻ പറ്റില്ല എന്നാണ്. അവർക്ക് IMD-യിൽ നിന്ന് കിട്ടുന്നത് മാത്രമേ ശേഖരിക്കാൻ പറ്റൂ. IMD-യിൽ നിന്ന് കിട്ടുന്നത് മാത്രമേ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അവർ മറ്റു ഏജൻസികളുടെ ഡാറ്റ വാങ്ങുന്നത് എന്തിനാണ്? അവർ വാങ്ങുന്നുണ്ട്. എന്തിനാണ് വാങ്ങുന്നത്? നമ്മൾ ഇതൊന്നും ചോദിക്കേണ്ടപ്പോൾ ചോദിക്കില്ല. ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമേ നമ്മൾ ചോദിക്കൂ. നമ്മുടെ മന്ത്രിമാർക്ക് ഇതൊന്നും പരിശോധിക്കലല്ല ലക്ഷ്യം. അതുകൊണ്ടാണ് അവരിപ്പോഴും ഈ സംഘാടകരെ ന്യായീകരിക്കുന്നത്. പക്ഷേ അവിടുത്തെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം സംഘാടകർക്കല്ല. അവർക്കൊരു പക്ഷേ അതിനെക്കുറിച്ച് അറിയുക പോലും ഇല്ലായിരിക്കും. അല്ലാതെ അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന നമ്മളെ അതോറിറ്റീസിന് നമുക്ക് തന്നെയാണ് ഈ ഉത്തരവാദിത്വം. അതിനുവേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്നവർക്ക് അവിടെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഇതുണ്ടോ എന്ന് നോക്കേണ്ട ബാധ്യസ്ഥരായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അവിടെ ഒരു ആംബുലൻസ് ഇല്ല. നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ഒരു സ്ട്രെച്ചർ ഇല്ല. ഇത്രയധികം ആൾക്കാർ അവിടെ പങ്കെടുക്കുന്നു. നേരത്തെ ശ്രീ രാജ്മോഹൻ സാർ പറഞ്ഞതുപോലെ വനിതകളാണ് വരുന്നതെന്നുള്ള പശ്ചാത്തലത്തിൽ എന്ത് മുൻകരുതലെടുക്കണം, എത്ര ആളിനെ പ്രതീക്ഷിക്കണം, അവർക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇത് മുഴുവൻ പരിശോധിക്കാനുള്ള സംവിധാനം പോലീസിനുണ്ട്. പോലീസിനെ അറിയിക്കാതെ നടത്താൻ കഴിയില്ല. പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അവർ കണ്ണടയ്ക്കും. കാര്യം കണ്ണടയ്ക്കാൻ നിർദ്ദേശം വരും. അതുകൊണ്ടാണ് കണ്ണടയ്ക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള രാഷ്ട്രീയ ശക്തികളുണ്ട്, അല്ലാത്തവരുമുണ്ട്. ഇവരെല്ലാവരും കൂടെ നമ്മുടെ സാംസ്കാരിക നേതാക്കന്മാരെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. ഇവരെല്ലാവരും ഇപ്പോൾ മാറി നിന്നിട്ട് നമ്മൾ ചിലരെ മാത്രം കുറ്റപ്പെടുത്തുകയാണ്. അവരെ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റില്ല. നമ്മൾ നേരത്തെ നിങ്ങളുടെ തന്നെ വാർത്താ ചാനലിൽ അവരുടെ ഓഫീസും സംവിധാനവും ഒക്കെ നമുക്ക് കാണിക്കുന്ന കണ്ടു. പക്ഷെ അവരെ പറഞ്ഞുകൊണ്ട് മാത്രം ഇതുകൊണ്ടൊരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. ഇത് നമ്മുടെ സംവിധാനത്തിൻ്റെ പരാജയമാണ്. ഈ പരാജയം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അന്ന് പറഞ്ഞ പോലെ തന്നെ മീഡിയ വണ്ണാണ് 2 മണിക്ക് ആ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടത്. മേപ്പാടി എന്ന് പറയുന്ന പഞ്ചായത്തിൽ ഒരു കടമുറി എടുത്തുകൊണ്ട് ഒരു ബോർഡ് മാത്രം വെച്ച് അതിലൊരു ഫോൺ നമ്പർ പോലുമില്ല. ഈ മൃദംഗ വിഷൻ എല്ലാവർക്കും ഗിന്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോകുന്ന മഹത്തായ സംഘടന പ്രവർത്തിക്കുന്നത്. മൃദംഗ വിഷനെയാണ് അവിടെ മന്ത്രിക്കടക്കം താല്പര്യം. പിന്നെ ശ്രീ ജോസഫ് സി മാത്യു ഇവിടെ ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ടാണ് SDMA കാര്യം. അവിടെയുമുണ്ട് ശേഖർ കുര്യാക്കോസിനോടാണ് താല്പര്യം. ഡോക്ടർ KG താര അടക്കമുള്ളവർ അത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിൽ നിക്ഷിപ്ത താല്പര്യങ്ങളാണ് ചില വ്യക്തികൾ ചില സ്ഥലങ്ങളിൽ യോഗ്യതയില്ലാതിരിക്കുന്നതിൻ്റെ കാരണമെന്ന്. ഈ കലൂരിലെ ദുരന്തമുഖവും പലരുടെയും അയോഗ്യത കൂടി വെളിപ്പെടുത്തുന്നതാണ്. ഞാൻ ഇടവേളയ്ക്ക് പോയതിനു ശേഷം തിരികെ എത്താം. ആരുടെ വീഴ്ച എന്ന സ്പെഷ്യൽ എഡിഷൻ ചർച്ച തുടരുകയാണ്. ഡോക്ടർ ജിൻഡോ ജോൺ, ഇവിടെ ഉമാ തോമസിനെ പോലെ ഒരാൾ ജീവന് വേണ്ടി മല്ലിടുകയാണ്. ഇന്ന് ഈ സംരംഭം എല്ലാം നടക്കുന്നതിൻ്റെ താരമുഖമായി നിന്ന വ്യക്തി ഈ ദിവ്യ ഉണ്ണിയാണല്ലോ. ദിവ്യ ഉണ്ണി ഗുരുവായൂരിൽ വന്നിരുന്നു. ഇത്തരക്കാർ പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? മാധ്യമങ്ങളോട് അവർ മുഖം തിരിച്ചു പോവുകയാണ് ചെയ്തത്. അല്ലു അർജുൻ നമ്മുടെ അയൽപക്കത്ത് കാണാം, ഇതുപോലെ തന്നെയാണ്. അയാളുടെ സിനിമയുടെ പ്രീമിയറിന് വേണ്ടി വരുന്നു, പുറത്താളുകൾ ചവിട്ടിയരയ്ക്കപ്പെടുന്നു. ഇനി ഇയാളുടെ ബൗൺസർമാർ തന്നെ ആളുകളെ ഈ പറയുന്ന മുളവടിയും മറ്റുമെല്ലാം കൊണ്ട് മാരകമായി മർദ്ദിക്കുന്നു. ഒരു ജീവൻ നഷ്ടപ്പെടുന്നു. ഒരു കുട്ടി മസ്തിഷ്ക മരണം സംഭവിച്ച് കിടക്കുന്നു. പക്ഷെ അയാൾ സിനിമ കാണുകയായിരുന്നു. അപ്പോഴും അയാളോട് ഈ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. അപ്പോഴും അയാൾ പുറത്തിറങ്ങി വരുന്നില്ല. ഇതാണ് നാം അവിടെ കണ്ടത്. ഇത് അവിടുത്തെ താരപ്രഭ, അവിടുത്തെ താരാരാധന, അവിടെ ഒരു അല്ലു അർജുൻ, ഇവിടെ ദിവ്യ ഉണ്ണിയും മറ്റൊരു അല്ലു അർജുൻ തന്നെയല്ലേ? ഇനി ഈ സംഘാടകർ ഇത്ര ഗുരുതരമായൊരു ദുരന്തം അവിടെ സംഭവിച്ചിട്ടും ഈ പരിപാടിയുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ തെലങ്കാനയിൽ നിന്ന് കേരളത്തിന് എന്തു ദൂരമാണുള്ളത്? ഇനി ഈ സ്ത്രീ, ഈ ദിവ്യ ഉണ്ണി, ഈ കാര്യത്തിൽ അവരുടെ ആരോഗ്യത്തെ പറ്റിയെങ്കിലും ഒന്ന് പ്രതികരിക്കേണ്ടതായിരുന്നില്ലേ ഡോക്ടർ ജിൻഡോ ജോൺ? അല്ല, അതിൽ അവർ പ്രാർത്ഥിക്കുക, അതൊക്കെ അവരുടെ ചോയ്സാണ്. പക്ഷേ ഇത്തരം ഒരു വിഷയം ഉണ്ടായിട്ട് അതിൻ്റെ കാരണക്കാരായിട്ടുള്ളവരുടെ ഭാഗത്ത് അതിൻ്റെ പക്ഷം ചേർന്ന് നിന്ന ഒരാളാണ് ദിവ്യ ഉണ്ണി. അവരുടെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പ്രത്യേകിച്ച് ഉമാ തോമസ് MLA ആരോഗ്യസ്ഥിതിയെക്കുറിച്ചിട്ടുള്ള ഒരു കമൻ്റെങ്കിലും പറയുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. അതൊക്കെ അവരുടെ ചോയ്സാണ്. പക്ഷേ ഇതിലൊരു മനുഷ്യത്വം എന്നുള്ളത് ഉണ്ടല്ലോ. ആരായാലും രാഷ്ട്രീയമുള്ളവരാകാം, ഇല്ലാത്തവരാകാം, വിശ്വാസമുള്ളവരാകാം, ഇല്ലാത്തവരാകാം. പക്ഷേ ഒരു സഹജീവി അങ്ങനെ ജീവന് വേണ്ടി പെടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും ആ ചടങ്ങുകൾ തുടർന്ന ആളുകളുണ്ട്.
അവർക്ക് ഗിന്നസ് റെക്കോർഡിന്റെ ഒരു ഒറ്റ പേജ് ആ ഒരു പ്രിന്റ് ഔട്ട് ആയിരുന്നു അവരുടെ ഏറ്റവും വലിയ കൗതുകം. പക്ഷെ അവനവന് സംഭവിക്കുമ്പോഴാണ് ഇതിന്റെ വേദന മനസ്സിലാകുന്നത്. അത് മനസ്സിലാകാത്ത ആളുകൾ അല്ലു അർജുനിൽ നിന്ന് കേരളത്തിലേക്ക് ദൂരമില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അല്ലു അർജുന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ വാഴ്ത്തുപാടുകൾ പാടിയ ഒരുപാട് ആളുകളുണ്ട്. അതിനുശേഷമാണ് വാർത്തകൾ വീണ്ടും അതിന് ഇൻ ഡീറ്റെയിൽ വരുന്നത്. എന്താ, ഈ അപകടം നടന്നിട്ട് ആ കുട്ടി മസ്തിഷ്ക മരണം സംഭവിക്കുന്നു, അവരുടെ അമ്മ മരിക്കുന്നു, എന്നിട്ടും ഇത് അറിഞ്ഞിട്ടും അദ്ദേഹം സിനിമ കാണൽ തുടർന്നു എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ സിനിമയിലെ താരങ്ങളാണ്, ജീവിതത്തിൽ ഇവരൊന്നും താരങ്ങളല്ല എന്നുള്ള യാഥാർത്ഥ്യ ബോധം പൊതുജനങ്ങൾക്കുണ്ടാകേണ്ടതാണ്. ഇനി രണ്ടാമത്തത്, ഇവർക്കെല്ലാം അല്ല ഞാൻ പറയുന്നേ, ഒറ്റമുറി കുടിസ് റൂമിൽ ഇത്തരം തട്ടിപ്പുകൾക്ക് അരങ്ങൊരുക്കുന്ന ആളുകൾക്ക് ആ കമ്പനിക്ക് CEO ഉണ്ടെന്ന് പറയാം അല്ലേ? ആ കമ്പനിയുടെ CEO എന്ന് ആവശ്യപ്പെടുമ്പോൾ ഇത്തരം പെർമിഷനുകളൊക്കെ കിട്ടുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു പാവപ്പെട്ടവന് ഒരു കല്ല് വെച്ച് കെട്ടി ഒരു വീട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര അനുമതി പത്രങ്ങൾ വേണം? എത്ര ഗതികെട്ടാണ് ഒരു പാവപ്പെട്ടവൻ ഒരു 1000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 400 സ്ക്വയർ ഫീറ്റ് ഒരു വീട് കെട്ടാൻ വേണ്ടിയിട്ട് എത്ര ആഫീസുകൾ കയറി ഇറങ്ങി നടക്കണം, എത്ര കഷ്ടപ്പെടണം, എത്ര സർട്ടിഫിക്കറ്റുകൾ വേണം? ഇതുപോലെ തട്ടിപ്പുകാർക്ക് കോടിക്കണക്കിന് രൂപ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംവിധാനങ്ങൾക്കും തടസ്സമുണ്ടായില്ലല്ലോ. ഇവിടെ അഴിമതിക്കാണ് ബാരിക്കേഡ് കെട്ടേണ്ടത്, സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം ബാരിക്കേഡ് ഉണ്ടാക്കിയാൽ പോരാ. ഭരണവർഗവും ഇത്തരം തട്ടിപ്പുകാരും ഏതെങ്കിലും ഒരുത്തൻ ഏതെങ്കിലും ഒരു തട്ടിക്കൂട്ട് സംഘടന ഉണ്ടാക്കി കുടിസ് റൂമിൽ ഒരു CEO ആണെന്നും പറഞ്ഞു വന്ന് ഇത്തരം തട്ടിപ്പുകളൊക്കെ നടത്തും. കലയുടെ പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിപാടികളുടെ ഒക്കെ പേരിലോ നടത്തുമ്പോൾ ഇതിന് ഓശാന പാടുന്ന ആളുകളും അവരെയും നമ്മൾ തിരിച്ചറിയണം. ഇവിടെ ദിവ്യ ഉണ്ണിയെ പോലെയുള്ള ആളുകൾ മാത്രമല്ല, അവർക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടി. അതിനപ്പുറത്ത് കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA ജീവന് വേണ്ടി മല്ലിട്ടുകൊണ്ട് ആശുപത്രിയിൽ കിടക്കുന്നു. എന്ത് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ് ഇവർക്കൊക്കെ ഉള്ളത്? അല്ലെങ്കിൽ അവിടെ പങ്കെടുത്ത 12,000-ഓളം നർത്തകരായിട്ടുള്ള കുട്ടികളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലും ഇവരുടെ പരിപാടി തുടരുമായിരുന്നല്ലോ. ഇവർക്ക് ഗിന്നസ് റെക്കോർഡ് മാത്രമാണ്. അപ്പൊ പലരും പറയുന്നുണ്ട് മാസങ്ങളോളം പ്രയത്നം നടത്തിയതാണ് അത് ഒരൊറ്റ ഇവന്റിന് വേണ്ടിയിട്ട്. അതൊക്കെ ശരിയാണ്. ഇതിന്റെ മെയിൻ സംഘാടകനാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിലോ, ഇതിന്റെ ആദ്യത്തെ ആൾക്കാണ് ഇത് സംഭവിക്കുന്നെങ്കിൽ ഇവർ അംഗീകരിക്കും. ഇനി ദിവ്യ ഉണ്ണിക്ക് തന്നെ ഒരു തലചുറ്റൽ വന്നാൽ ഇവർ അംഗീകരിക്കോ? ഇവർ ആ പരിപാടി നിർത്തിവെക്കില്ലേ? അപ്പോൾ ആർക്കാണ് ഇവർ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്നുള്ള ഒരു വലിയ പ്രശ്നമുണ്ട്. ഇവർക്ക് ഇവരുടെ പബ്ലിസിറ്റിയും ഇമേജും അത്തരം കാര്യങ്ങൾ മാത്രമാണ്. അവിടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി അവിടെ വീണ് അപകടത്തിൽപ്പെട്ട് ജീവന് മല്ലിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് ആ പരിപാടി തുടർന്നു എന്നുള്ള മാത്രമല്ല, അതിനെ ന്യായീകരിക്കുന്ന രീതിയിലാണ് സംഘാടകർ ആദ്യം പത്രക്കാരെ അതിനുശേഷം ജനവികാരം വന്നപ്പോഴാണ് അതൊക്കെ തിരുത്താൻ തയ്യാറായത്. ശരി, അരുൺ ദേവ് എന്ന വ്യക്തിയെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്, പേരെടുത്ത് പറഞ്ഞിരുന്നില്ല എന്നേ ഉള്ളൂ. അദ്ദേഹം ഇപ്പോൾ ടെലിഫോണിലുണ്ട്. അദ്ദേഹമാണ് ഈ പരാതിക്കാരനായി പോലീസിനെയൊക്കെ സമീപിച്ചത് പലവട്ടം. അരുൺ ദേവ്, നിങ്ങൾ ഈ പോലീസിനെയും GST വകുപ്പിനെയും ഒക്കെ ഒരു പരാതിക്കാരൻ നിലയിൽ സമീപിച്ചത് എങ്ങനെയായിരുന്നു? അരുൺ ദേവ് കേൾക്കാമോ താങ്കൾക്ക്? അരുൺ ദേവ് ടെലിഫോൺ ലൈനിൽ ഉണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അരുൺ ദേവിനെ കേൾക്കാമോ? അരുണിന് കേൾക്കാമോ? അരുൺ ദേവാണ് GST വകുപ്പിന് പരാതി നൽകിയത്, പാലാരിവട്ടം പോലീസിന് പരാതി നൽകിയത്. 25-ാം തീയതി തന്നെ ഈ നടത്തിപ്പിലൊക്കെ അപാകതകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോലീസിനടക്കം പരാതി നൽകിയത്. പിന്നീട് ഈ പരിപാടി നടക്കുന്ന ദിവസം തന്നെ അദ്ദേഹം ഉച്ചയ്ക്ക് അവിടെ വന്നിരുന്നു, ഈ കലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത്. അപ്പോൾ തന്നെ ഈ ക്രൗഡ് മാനേജ്മെൻ്റ് ഒക്കെ വളരെ പാളിയ നിലയിലാണ് എന്ന് അദ്ദേഹത്തിന് നേരിട്ട് ബോധ്യപ്പെട്ടു. അദ്ദേഹം പോലീസുകാരവിടെ ഉള്ളപ്പോൾ ആ പോലീസുകാരോട് പോയി സംസാരിച്ചു. ഇത് ഞങ്ങൾക്ക് നോക്കാൻ അറിയാം എന്നായിരുന്നു അരുൺ ദേവിന് പോലീസുകാർ ധാർഷ്ട്യത്തോട് കൊടുത്ത മറുപടി. പിന്നെ ഈ പറയുന്ന ഈ സംഘാടകരിലേക്ക് പോയി അവരോട് സംസാരിച്ചു. അപ്പോൾ അവരും തട്ടിക്കയറുകയാണ് ഉണ്ടായത്. അരുൺ ദേവ് വരുമ്പോൾ നമുക്ക് സംസാരിക്കാം അരുൺ ദേവിനോട്. ശ്രീ TK രാജ്മോഹൻ, ഇവിടെ ഈ പറയുന്ന 2 മീറ്റർ കൂടുതൽ ഉയരത്തിലുള്ളതാണ് ഒരു സ്റ്റേജ് എങ്കിൽ അതിന് 1.2 മീറ്റർ ഉയരമുള്ള നല്ല ഉറപ്പുള്ള ബാരിക്കേഡ് ഉണ്ടാകണം, അതിൻ്റെ വശങ്ങളൊക്കെ ബലവത്തായതായിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള നിബന്ധനകളുണ്ട്. ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഇപ്പം ഈ പറയുന്ന ആരുടെയും കണ്ണിൽപ്പെടാത്തൊരു സ്ഥലത്താണ് ഇങ്ങനെ ഒരു പരിപാടി നടന്നത് എങ്കിൽ പിന്നെയും നമുക്ക് ന്യായീകരിക്കാം. സംവിധാനങ്ങൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധ അവിടെ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ വരാം അങ്ങയിലേക്ക്. അരുൺ ദേവിന് കേൾക്കാമോ? എനിക്ക് കേൾക്കാം. അരുൺ ദേവ്, GST വകുപ്പിനെയും ഈ പാലാരിവട്ടം പോലീസിനെയൊക്കെ താങ്കൾ ഈ മൃദംഗാഭിഷനെതിരെ സമീപിക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു? എന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇവരെ കോണ്ടാക്ട് ചെയ്യുന്നത് ഇതിൽ എന്റെ ഒരു സുഹൃത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോ പിന്നീട് അവിടെ പല സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് മോശമായ അനുഭവം ഉണ്ടായി. അപ്പൊ അതിനെ സംബന്ധിച്ച് ഞാനൊരു പരാതിയുമായിട്ട് പോകുന്ന ഒരു സ്ഥിതി വന്ന സമയത്താണ് ഇവരെന്നെ വിളിക്കുന്നതും ഇവർ പങ്കെടുപ്പിക്കാം എന്ന് പറയുന്നതും ഉണ്ടായത്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ പേയ്മെന്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ ഈ പേയ്മെന്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും ദുരൂഹതകൾ ഞാൻ കണ്ടു. കാരണം ആർക്കും ഇവർ പ്രോപ്പറായിട്ട് ഒരു എമൗണ്ട്, ഒരു കറക്റ്റ് എമൗണ്ട് ആർക്കും അറിയില്ല. പലരും ഇന്നും പല എമൗണ്ട് ആണ് വാങ്ങിയിട്ടുള്ളത്. രണ്ടാമതായിട്ട് വാങ്ങിയവർക്ക് ആർക്കും തന്നെ
ഇതിലൊരു പ്രോപ്പറായിട്ടുള്ള ബില്ല് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഞാൻ GST ഡിപ്പാർട്ട്മെന്റിൽ ഇതിന്റെ കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നതും അവിടെ ഒരു പരാതി കൊടുക്കുന്നതും. ശേഷം എനിക്കുണ്ടായിട്ടുള്ള മോശമായ അനുഭവം ഒറ്റ സെക്കൻഡ് GST വകുപ്പിന്റെ അധികൃതരെ താങ്കൾ കണ്ടി പരാതി പറയുമ്പോൾ അവരെന്താ പറഞ്ഞത്? അല്ല, കണ്ടിട്ടല്ല പരാതി പറഞ്ഞത്. GST വകുപ്പിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചിട്ടായിരുന്നു ഞാൻ ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തെങ്കിലും അവരുടെ ഫോളോ അപ്പ് ഉണ്ടായോ? ഇല്ല, അവര് പറഞ്ഞത് എന്താ വെച്ചാൽ താങ്കളുടെ പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, കൺസേൺ ആയിട്ടുള്ള ടീമിന് ഇത് ഫോർവേഡ് ചെയ്യും, അവിടെ പോലീസിലേക്ക് പോയപ്പോൾ എന്നാണ് പറഞ്ഞത്. പോലീസിലേക്ക് പോയപ്പോൾ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ വളരെ മോശമായിരുന്നു പാലാരിവട്ടം സ്റ്റേഷനിലെ സ്ഥിതി. കാരണം പോലീസിൽ ഞാൻ പരാതി കൊടുക്കുന്നു, ഈ പരാതിയുടെ ഇത് ഞാൻ ഓൺലൈനായിട്ട് അയച്ചത്, ഞാൻ ആ സമയത്ത് എറണാകുളത്ത് ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ തൊട്ടടുത്തുള്ള സ്റ്റേഷനിൽ ഞാൻ പരാതിയുമായിട്ട് സമീപിച്ചപ്പോൾ ഇതിന്റെ ക്രൈം നടക്കുന്ന പ്ലേസ് ഇവിടെ അല്ലെന്നും ഈ സ്ഥലത്ത് രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടത് ഇവിടെ ചെയ്യാൻ പറ്റില്ലെന്നും പോലീസിനെ കണ്ടത് 25-ാം തീയതിയാണ് ഞാനിതിൽ പരാതിയുമായിട്ട് രംഗത്ത് വരുന്നത്. ഈ പ്രോഗ്രാം നടക്കേണ്ട ദിവസത്തിന് 4 ദിവസം മുമ്പ്. അത് പ്രകാരം പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി അയച്ചു. അവിടെ വിളിച്ച് ഞാൻ ഈ പരാതിയുടെ കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇതിങ്ങനെ മെയിൽ അയച്ചിട്ടുണ്ട്, ഇതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു. എന്നാൽ എനിക്ക് തിരിച്ച് ലഭിച്ചൊരു മറുപടി എന്ന് പറയുന്നത് വളരെ വളരെ മോശമായിട്ടുള്ളൊരു പെരുമാറ്റമായിരുന്നു. അവർ പറഞ്ഞു നിങ്ങളുടെ പരാതി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് ഇത് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി മണിക്കൂറുകൾ എടുത്തു എന്നുള്ളതാണ്. പിന്നീട് CI സ്ഥലത്തില്ല, ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന CI ആണ്, CI സ്ഥലത്തില്ലെന്ന് പറയുന്നു. CIക്ക് ഫയൽ കാണുന്നതിന് ഒപ്പിടുന്നതിന് തടസ്സങ്ങളുണ്ട് എന്നുള്ളത് പറഞ്ഞു. ഏതാണ്ട് ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടും ഒരു മറുപടിയും എനിക്ക് കിട്ടുന്നില്ല എന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഞാൻ ഈ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. കൂടുതൽ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികളുടെ പേരൻസിനെ ഞാൻ കോൺടാക്ട് ചെയ്യുന്നു, അവരുടെ ടീച്ചേഴ്സിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അവരോട് ഞാൻ ഇതിന്റെ കാര്യങ്ങളുടെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ഈ സമയത്താണ് ഇതിന്റെ സംഘാടകരിൽ നിന്ന് ഇപ്പോ അറസ്റ്റ് ചെയ്യപ്പെട്ട കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി എന്നെ ഫോണിൽ ബന്ധപ്പെടുന്നത്. ആദ്യം ഭീഷണിയുടെ രീതിയിലായിരുന്നു. പിന്നീട് അയാളുടെ സംസാരത്തിൽ നിന്ന് എന്തുകൊണ്ട് ഈ ഒരു പരാതി എടുക്കുന്നില്ല, പരാതി കിട്ടിയില്ല എന്ന് പറയുന്നതിന്റെ കാരണം എനിക്ക് വ്യക്തമായി. അതിന് ഏറ്റവും പ്രധാനമായിട്ട് അവർ പറഞ്ഞ വാക്ക് എന്ന് പറയുന്നത് ഈ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തെ അവിടുത്തെ കമ്മീഷണറും അതുപോലെ തന്നെ അവിടുത്തെ കളക്ടറും ഈ പ്രോഗ്രാമിൽ ഇൻവോൾവ് ആണ്, അവർക്കും ഇതിൽ പങ്കുണ്ട് എന്നുള്ളതായിരുന്നു അവരുടെ വർത്തമാനത്തിൽ നിന്ന് കിട്ടിയത്. അതിൽ പ്രത്യേകിച്ച് അവർ എടുത്തു പറഞ്ഞത് ഒരു ഭീഷണിയുടെ ഒരു ടോണിലായിരുന്നു. ഈ കാര്യം നിങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കളക്ടറും നിങ്ങളുമായിട്ട് തെറ്റേണ്ടി വരും, അതേപോലെ തന്നെ കമ്മീഷണറും ഞാൻ ഇടപെടുകയാണ്, സമയം കുറവുണ്ട്. വളരെയധികം നന്ദി പ്രതികരിച്ചതിന് ശ്രീ TK രാജ്മോഹൻ. അപ്പൊ ഇതിന്റെ രീതി മനസ്സിലായല്ലോ. ആരൊക്കെയാണോ ഇതിൽ നിയമപരമായ നടപടി എടുക്കേണ്ടത് അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തോടെ നടപടി എടുക്കേണ്ടത്, ആ കൂട്ടരെ മുഴുവൻ ഈ പരിപാടിയുടെ ഈ പദ്ധതിയുടെ ഭാഗമാക്കുകയാണ്, എന്നിട്ട് തട്ടിപ്പ് നടത്തുകയാണ്. അങ്ങ് പുട്ട വിമലാദിത്യയുടെ മഹത്വത്തെപ്പറ്റി പറയുകയുണ്ടായല്ലോ. ഈ പുട്ട വിമലാദിത്യയും ഇതിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മൃദംഗ വിഷന് വേണ്ടി ഈവന്റ് മാനേജ്മെന്റ് നടത്തുന്ന ഈ ഓസ്കാർ ഗ്രൂപ്പിന്റെ കൃഷ്ണകുമാറിന് ഭീഷണിപ്പെടുത്താൻ കഴിയുന്നുവെങ്കിൽ ആരെയാണ് പിന്നെ പറയേണ്ടത്? ആരെയാണ് സമീപിക്കേണ്ടത്? ഈ അരുൺ ദേവിനെ പോലെയുള്ള വ്യക്തികൾ ഈ നാട്ടിലുണ്ട്. ശ്രീ വേണു, നമ്മൾ 2 കാര്യം ഇതിൽ കാണണം. കാരണം ഈ പരാതി കൊടുത്ത ആളോട് നടത്തിപ്പുകാർ പലതും പൊലിപ്പിച്ച് പറയും. കാരണം കമ്മീഷണറുണ്ട് അല്ലെങ്കിൽ കലക്ടറുണ്ട്, അങ്ങനെയൊക്കെ പറയായിരിക്കും. പക്ഷേ അദ്ദേഹത്തിന് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനുണ്ടായ അദ്ദേഹത്തിനുള്ള ആ പ്രോപ്പറായ അങ്ങർക്ക് നീതി ലഭിക്കാത്തത് വളരെ സീരിയസ് ആണ്. അതാണ് ഞാൻ കാണുന്നത്. കാരണം പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പോയി അദ്ദേഹം കാര്യങ്ങൾ സംസാരിക്കുന്നു, അപ്പോൾ പല ഒഴിവൊഴിവും പറഞ്ഞ് ആൾക്കാർ തള്ളി മാറ്റുകയാണ് ഇയാളുടെ പരാതി. അത് തീർച്ചയായും വീഴ്ചയാണ്, അതിന് നടപടിയെടുക്കണം. കാരണം ഈ കേസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസിൻ്റെ മുകളിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യും. സ്വാഭാവികമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുമ്പം എനിക്ക് തോന്നുന്നത് സിറ്റി പോലീസ് കമ്മീഷണർ പേഴ്സണലായിട്ട് ഈ കാര്യം നോക്കുമെന്നാണ്. കാരണം ഇത്തരത്തിൽ കൊച്ചി സിറ്റിയിൽ പാലാരിവട്ടം സ്റ്റേഷനിൽ ഈ പരാതിക്കാരൻ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് കമ്മീഷണർ പരിശോധിക്കുക തന്നെ വേണം. തീർച്ചയായിട്ടും അദ്ദേഹം പരിശോധിക്കുന്നത് ഞാൻ കരുതുന്നു. കാരണം പക്ഷികളാണ് സാറേ. അല്ല, എന്നാലും നമ്മളൊക്കെ അങ്ങനെ ഒരു പോലീസ് സിസ്റ്റത്തിന് അപ്പാടെ നിഷേധിക്കേണ്ട. ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ സിസ്റ്റത്തിനെതിരായിട്ട് അല്ലെങ്കിൽ നീതി നിഷേധം നടത്തുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ശരി, അവസാനമായി ഡോക്ടർ ജിൻഡോ ജോണി, പാലാരിവട്ടം പോലീസ് സ്റ്റേഷന്റെ മാഹാത്മ്യം അങ്ങേക്കറിയുന്നതാണല്ലോ. അങ്ങ് പ്രവർത്തിക്കുന്നത് എറണാകുളം കേന്ദ്രീകരിച്ചാണല്ലോ. അങ്ങയുടെ DCC പ്രസിഡന്റിനടക്കം ഈ പോലീസ് സ്റ്റേഷനിൽ രാപ്പകൽ കയറി നിന്ന് പ്രതിഷേധിക്കേണ്ടി വന്നു. അപ്പോൾ പോലീസിനറിയാം ഈ മൃദംഗ വിഷനെ തലോടാൻ ആരെയാണ് തല്ലേണ്ടത്, ആർക്കെതിരെയൊക്കെ കേസെടുക്കണമെന്ന്. അതുകൊണ്ട് ഈ കമ്മീഷണർ വ്യക്തിപരമായി നല്ലയാളാണെന്ന് ശ്രീ TK രാജ്മോഹൻ പറയുന്നത് സത്യം തന്നെ ആയിരിക്കാം. പക്ഷേ ഒരു വ്യക്തിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നടത്തുന്ന ചർച്ചയല്ല ഇത്. അയാൾ ആ പദവിയുടെ എല്ലാ ഉത്തരവാദിത്വത്തോടെയും ആ ചുമതലകൾ നിർവഹിച്ചോ എന്നത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ ഡോക്ടർ ജിൻഡോ ജോൺ? മാത്രമല്ല ഈ പാലാരിവട്ടം സ്റ്റേഷന്റെ മാഹാത്മ്യം അങ്ങേക്ക് അറിയുന്നതുമാണല്ലോ.
അല്ല, പാലാരിവട്ടം സ്റ്റേഷന്റെ മാത്രമല്ല വേണു, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥർ, ഒറ്റപ്പെട്ട ഉദ്യോഗസ്ഥർ മിടുക്കന്മാരോ വ്യക്തിപരമായി നല്ലവരോ ആയിട്ട് കാര്യമില്ലല്ലോ. ആഭ്യന്തര വകുപ്പിന്റെ പൊതു സ്വഭാവം എന്താ? നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ തൊട്ട് അതിനെ മുടിചൂട മന്നനായിട്ട് ഭരിക്കുന്ന ADGP ആയിരുന്ന ഇപ്പോൾ DGP ആയിട്ട് സ്ഥാനക്കയറ്റം കിട്ടുന്ന MR അജിത്കുമാർ വരെയുള്ള ആളുകളെ നയിക്കുന്നത്. അവിടെ ഒരു കമ്മീഷണർ മിടുക്കനായിട്ടോ നന്മയുള്ള ആളായിട്ടോ കാര്യമില്ല. തീരുമാനങ്ങൾ എടുക്കുന്നത് എവിടെ നിന്നാണ്? ഈ തട്ടിപ്പിൽ കിട്ടിയിട്ടുള്ള പണം എവിടേക്കൊക്കെയാണ് വീതം വെച്ചിട്ടുള്ളത് കൂടി പരിശോധിക്കപ്പെടണം. പാലാരിവട്ടം പോലീസ് ആ പരാതിക്കാരനോട് എടുത്തിട്ടുള്ള നിലപാടൊക്കെ നമുക്ക് ഇപ്പോൾ ഇന്ന് വ്യക്തമാണല്ലോ. അവർക്ക് ഇവിടെ ഫോണും അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലത്താണ്, ഉണ്ടെന്ന് അവകാശപ്പെടുന്ന കാലത്താണ് ഇത് ഡൗൺലോഡ് ചെയ്യാൻ ഇത്രയും സമയം എടുക്കുന്നത്. ഇത് ഡൗൺലോഡ് അല്ല, ഈ കള്ളപ്പണം അപ്ലോഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുക കേരള പോലീസിന്റെയും കൂടി ഒത്താശയോടുകൂടി. അതാണ് പരിശോധിക്കപ്പെടേണ്ടത്. ശരി, സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. എന്തായാലും ഉമാ തോമസ് വെന്റിലേറ്ററിലാണ്. മൃദംഗ വിഷൻ എന്താണ് എന്ന് കേരളം കണ്ടു കഴിഞ്ഞു. ഇനി അറിയേണ്ടത് ഈ കാര്യത്തിൽ സർക്കാരിന്റെ വിഷൻ എന്താണ് എന്നാണ്. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.